കർത്താവ് സന്നിധിയിൽ നിൽക്കാം. ഒരു പാട്ട് പാടി കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓൾ ബി സ്റ്റാൻഡ്. We going to intercessory prayer. What we heard request from our believers. Someone passed the exam. Someone going through a heart problem. ഒടുവിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കും. കരങ്ങളെ തട്ടി കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. Oh Jesus. ദൈവത്തിൻ സ്നേഹത്തിൻ നാടമിത്, വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ, എന്നെന്നും ഓർത്തിടും വൻകൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത്, വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ, എന്നെന്നും ഓർത്തിടും വൻകൃപയാ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമേത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമേത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. പിന്മകളേറിടും വേളകളിൽ, പഴുദൂഷിയേറിടും നാളുകളിൽ, തകർന്നിടാതെ മാനം കരുതുന്നവൻ, താങ്ങിടും നിത്യവും തൻ കരത്താ. നിന്മകളേറിടും വേളകളിൽ, പഴുദൂഷിയേറിടും നാളുകളിൽ, തകർന്നിടാതെ മാനം കരുതുന്നവൻ, താങ്ങിടും നിത്യവും തൻ കരത്താ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹ. ഹല്ലേലൂയ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹം. ആമേൻ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. ആയിരം 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 നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹം. ആമേൻ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. ദൈവത്തിൻ സ്നേഹത്തിൻ ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത്, വർണ്ണിപ്പാൻ നാവിനാൽ ആവാതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ, എന്നെന്നും ഓർത്തിടും വൻകൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത്, വർണ്ണിപ്പാൻ നാവിനാൽ ആവാതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ, എന്നെന്നും ഓർത്തിടും വൻകൃപയാ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹം. ആമേൻ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. ആമേൻ.
കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ആമേൻ. കൃപയാൽ 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 ഒരു ശക്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾപ്പെട്ട സാക്ഷ്യവചനങ്ങളിൽ നിന്ന് കേട്ടല്ലോ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. സ്തോത്ര. സഭയുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദ ഫോക്കസ് പ്രയർ ഓഫ് ചർച്ച്. ഹല്ലേലൂയ. വളരെ ഫലിക്കുന്നു, വളരെ എഫക്റ്റീവാണ് സഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കാതെ. പ്രാർത്ഥന കേൾക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഹല്ലേലൂയ. ഒരാൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ള കേട്ടുകൊണ്ടിരിക്കുന്ന പതിവല്ല. ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഒരുമിച്ചാണ് നിലവിളിക്കുന്നത്, ഒരുമിച്ചാണ് കരയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ഞായറാഴ്ച കൂടി കർത്താവെ ദാനം തന്നതിനാൽ അങ്ങേ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒരാഴ്ചക്കാലം കർത്താവിടെ ജോത്സവമായി നടത്തി കർത്താവെ വീഴാമായിരുന്നു കർത്താവ്. ഹല്ലേലൂയ. തുടർന്നു പോകാമായിരുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ കരത്തിലടികളെ വഹിച്ച അങ്ങയുടെ എല്ലാ വിശ്വസ്തയ്ക്കായി സ്തോത്രം. ആ അത്യുന്നതനെ മറവിൽ വസിക്കുവാനും സർവശക്തന്റെ നിഴലിൽ പാർക്കുവാനും ദൈവമേ ഹല്ലേലൂയ അടികളെ ഒരുക്കിയതിനാൽ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട സാക്ഷ്യവചനത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തോമസാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ സഹായിക്കുമാരണമേ. നടത്തിയ വിധങ്ങൾ കർത്താവേ അത്ഭുതമാണല്ലോ കർത്താവേ. ഇനി നടത്തണം നന്ദിയോടെ അപ്പച്ച അടി യാചിക്കുന്ന കർത്താവേ. ശാരീരികമായി ക്ഷീണത്തിലായിരിക്കുന്നല്ലോ, സമ്പൂർണ്ണമായി വിടുതലും ആശ്വാസം കർത്താവേ കൽപ്പിക്കണം നന്ദിയോട് യാചിക്കുന്ന കർത്താവേ. കർത്താവേ സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന കർത്താവേ. തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ കർത്താവേ നിരസിക്കാത്ത കർത്താവാണല്ലോ. സമ്പൂർണ്ണമായ വിടുതലും ആശ്വാസം കർത്താവേ ദാസന് കൊടുക്കണമെന്ന് അങ്ങയോട് അടിയങ്ങൾ സഭയായി യാചിക്കുന്ന കർത്താവേ. മനോധൈര്യത്താൽ നിറയ്ക്കുമാറാകണമേ, ആശ്വാസം നിറയ്ക്കുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ. ഓ എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഭൂമിയുടെ ആറ്റത്തങ്ങെ വിളിച്ചപേക്ഷിക്ക് വായിക്കുന്ന പ്രകാരം പരിപൂർണ്ണ സൗഖ്യവും ആശ്വാസം കർത്താവേ കൊടുക്കണം അങ്ങയോട് കർത്താവേ. ഓ യാചിക്കുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഓ ഹല്ലേലൂയ. നേരുള്ളവർ കർത്താവേ ഇരുട്ടിൽ വെളിച്ചം കർത്താവ് കൊടുക്കുന്ന കർത്താവാണല്ലോ. ദാസൻ സമ്പൂർണ്ണമായി കുടുംബമായി കർത്താവെ സമർപ്പിക്കുന്നു. പ്രിയ സോലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സപാസവർ കർത്താവെ നീ സഹായിച്ചല്ലോ. കൊടുത്ത ബുദ്ധിക്കായി ജ്ഞാനത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു അപ്പച്ച. ഓ സ്തോത്രം ചെയ്ത കർത്താവെ. പ്രിയ ബിബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഫേബയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ, സഹായിക്കുമാറണമേ. നാട്ടിലായിരിക്കുന്ന കർത്താവെ സമ്പൂർണ്ണ വിടുതൽ കൊടുത്ത കർത്താവെ അങ്ങയുടെ വരെ താമസിക്കുന്നുവെങ്കിൽ സമാധാനത്തോടെ കൂട്ടി വന്ന കർത്താവെ ഒരുമിച്ച് അങ്ങ് ഹല്ലേലൂയ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഫേവാ വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് നാളെ നാട്ടിൽ കടന്നു പോകുന്നല്ലോ, യാത്രയിൽ കൂടെ ഇരിക്കുമാറാകണമേ. സമ്പൂർണ്ണ വിടുതലും ആശ്വാസവും സമാധാനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് താമസിക്കുന്ന കർത്താവെ അനുഗ്രഹ ഭാവി കർത്താവെ കൊടുക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയില്ലാതെ കർത്താവെ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച കുടുംബങ്ങളുണ്ടല്ലോ, നാഥാ നീ സഹായിക്കപ്പെടണമേ. വഴിയും വാതിലും കർത്താവെ തുറക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിലെ കർത്താവെ അടികൾ സഭയായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചില വാതിലുകളെ കർത്താവെ ഈ ദിവസങ്ങൾ കർത്താവെ തുറക്കണമെന്ന് അങ്ങയോട് യാചിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കുടുംബങ്ങളെ സഹായിക്കുമാറണമേ. ശാരീരിക ക്ഷീണത്തോടായിരിക്കുന്നവർ കർത്താവ് മനോ ദുഃഖത്തോടായിരിക്കുന്നവർ കർത്താവെ. ഓ ഹല്ലേലൂയ. രോഗത്തോടായിരിക്കുന്ന കർത്താവെ, വിവിധ തലത്തിലായിരിക്കുന്നവരുടെ കർത്താവെ ദൈവീയ ആശ്വാസവും ദൈവീയ സമാധാനവും കർത്താവെ കൊടുക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സഭയാത് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശാലത കൊണ്ടുവരുമാറാകണമേ. എല്ലാം ഒഴിഞ്ഞു ചേരണം കർത്താവെ. ഈ ദിവസം നിറയുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ കടന്നു വന്ന കർത്താവെ യേശുവിനെ അറിയുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, ജലത്തിൽ സ്ഥാനമേൽക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രിസ്തുവിനുള്ള കൂട്ടായ്മ ആചരിക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിച്ചാനെ ഓർത്ത് പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ദാസനെ സഹായിക്കണമേ. മനോധൈര്യത്താൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറയ്ക്കുമാറാകണമേ. ഡോളി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ക്ഷീണത്തിലായിരിക്കുന്നല്ലോ, വിടുതലും സമാധാനവും കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. സരി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ സഹായിച്ചാട്ട് ബലപ്പെടുത്തിയുടെ കർത്താവേ. ഹാരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉപേക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ കർത്താവേ കടന്നു ദൈവത്തെ അറിയുവാൻ നാഥാ നീ സഹായിച്ചാട്ട് പോളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാഹചര്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിയ. അടികൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുവാൻ നാഥാ നീ സഹായിച്ചാട്ട് കർത്താവേ. അല്പസമയം കർത്താവേ പാദപീഠത്തിലായിരിക്കുന്നു. സഭയായ കുടുംബത്തെ ഒരു പ്രാവശ്യം കൂടെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭയഭക്തിയോടായിരിക്കുവാൻ കർത്താവേ നാഥാ നീ സഹായിച്ചാട്ട് ദൈവകൃപയെ നിറച്ചാട് കർത്താവിയ. കടന്നു ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ സഹായിച്ചാട് കർത്താവേ. കൊടുത്ത ജ്ഞാനം കർത്താവേ. ഓ ദൈവകൃപ കർത്താവിയ അടികൾക്ക് ലഭിക്കുവാൻ നാഥാ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഭയെക്കുറിച്ച് വ്യക്തമായി ദൂത് കർത്താവിയ ഈ വൈകുന്നേരം കേൾക്കുവാൻ നാഥാ നീ സഹായിച്ചാട് കുടുംബമായി സമർപ്പിക്കുന്നു. വ്യക്തികളായി സമർപ്പിക്കുന്നു. ആദ്യോടെ പരിശുദ്ധ കൃപ നിർത്തിയാട്ട് പ്രാർത്ഥനയായി കേട്ടതിനാൽ സ്തോത്രം. അടികളിൽ ശിതാവും ദൈവമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം. കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആമേൻ. ഏറ്റവും പരമപ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് കർത്താവിൻ്റെ തിരുമേശ എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. അതിൽ നിന്ന് ഭാവമാക്കാൻ നമ്മൾ പോവുകയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പ്രാരംഭമായി അനേക കാര്യങ്ങൾ പറയാൻ ഉണ്ടെങ്കിലും ഒരു ബ്രീഫ് ചില കാര്യങ്ങൾ കർത്താവ് സമയം കൊടുക്കണമല്ലോ പറഞ്ഞിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അനുപ്രാരംഭമായി അവർ റിക്വസ്റ്റ് പ്രിയ മനോജ് കം ഫോർവേഡ്. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം വായിക്കുന്നതായിരിക്കാം. ആഫ്റ്റർ ദാറ്റ് മെൽവിൻ വർഗീസ് കം ഫോർവേഡ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 30 വരെയും വായിക്കുന്നതായിരിക്കും. A reading from the book of Isaiah, chapter 53. A reading from the book of Isaiah, chapter 53. I believe everyone has taken. Who has believed our message? And to whom has the arm of the Lord been revealed? He grew up before him like a tender shoot, and like a root out of dry ground. He has no beauty or majesty to attract us to him. Nothing in his appearance that we should desire him. He was despised and rejected by mankind, a man of suffering and familiar with pain. Like one from whom people hide their faces, he was despised, and we held him in low esteem. Surely he took up our pain and bore our suffering. Yet we considered him punished by God, stricken by him and afflicted. But he was pierced by our transgression. He was crushed for our iniquities. The punishment that brought us peace was on him, and by his wounds we are healed. We all, like sheep, have gone astray. Each of us has turned to our own way, and the Lord has laid on him the iniquity of us all. He was oppressed and afflicted, yet he did not open his mouth. He was led like a lamb to the slaughter, and as a sheep before his shearers is silent, so he did not open his mouth. But by oppression and judgment he was taken away. Yet who of his generation protested? For he was cut off from the land of the living. For the transgression of my people he was punished. He was assigned a grave with the wicked and with the rich in the dead. Though he had done no violence, nor was any deceit in his mouth, yet it was the Lord will to crush him and cause him to suffer. And though the Lord makes his will a life of offering for sin, he will see his offspring and prolong his days. And the will of the Lord will prosper in his hand. After he had suffered, he will see the light of life
and be satisfied. By his knowledge, my righteous servant will justify many, and he will bear their iniquities. Therefore, I will give him a portion among the great, and he will divide the spoils within the strong. Because he poured out his life unto death, and was numbered with the transgressors. For he bore the sins of many, and made intercessions for the transgressors. Reading from John chapter 19, verses 17 on to 30. They took Jesus, therefore, and he went out, bearing his own cross, to the place called the place of a skull, which is in Hebrew Golgotha. There they crucified him, and with him 2 other men, one on either side, and Jesus in between. Pilate also wrote an inscription and put it on the cross. It was written, Jesus the Nazarene, the King of the Jews. Therefore, many of the Jews read this inscription, for the place where Jesus was crucified was near the city, and it was written in Hebrew, Latin, and in Greek. So the chief priests of the Jews were saying to Pilate, do not write the King of the Jews, but he said, I am King of the Jews. Pilate answered, what I have written, I have written. Then the soldiers, when they had crucified Jesus, took his outer garments and made 4 parts, a part to every soldier, and also the tunic. Now the tunic was seamless, woven in one piece. So they said to one another, let us not tear it, but cast lots for it, to decide whose it shall be. This was to fulfill the scripture. They divided my outer garments among them, and for my clothing they cast lots. Therefore the soldiers did these things, but standing by the cross of Jesus were his mother and his mother's sister, Mary the wife of Clopas, and Mary Magdalene. When Jesus then saw his mother and the disciple whom he loved standing nearby, he said to his mother, woman, behold your son. Then he said to the disciple, behold your mother. From that hour, the disciple took her into his own household. After this, Jesus, knowing that all things had already been accomplished to fulfill the scripture, said, I am thirsty. A jar full of sour wine was standing there. So they put a sponge full of sour wine upon a branch of hyssop and brought it up to his mouth. Therefore, when Jesus had received the sour wine, he said, it is finished. And he bowed his head and gave up his spirit. സ്തോത്രം. ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇതിൽ നിന്ന് പോകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ ഏറ്റവും പ്രാധാന്യമറിയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരിക്കലായി ചെയ്യേണ്ട സ്നാനം. Jesus said from here that about 2 things. One is about baptism. 2, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യേണ്ട കാര്യമുണ്ട്. And whenever you all come together to do some things. സമയത്തിന്റെ കുറവ് കാരണം മാസത്തിൽ ഒരിക്കലാണ് നമ്മളത് ചെയ്യുന്നത്. Because time is so less, that's why we do this once in a month. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ആഴ്ചയും ചെയ്യണമെന്ന് വളരെ സന്തോഷം ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. But in my opinion, I would love to do this every Sunday. സമയം വേഗത്തിൽ പോകുന്നല്ലോ. Time is going fast. ആർക്ക് ആദ്യത്തെ ഞാൻ പറയുന്നു, ആർക്ക് ഇതിൽ നിന്ന് പങ്കെടുക്കാം? First, anyone can take part of it. ആർക്കെടുക്കാം ഇത്? Who can take part of it? യേശുക്രിസ്തുവിനെ whoever രക്ഷകനായി സ്വീകരിക്കുകയും believes Jesus വാവുകൊണ്ട് ഏറ്റുപറയുകയും and accept in his life വിശ്വാസ സ്നാനം ചെയ്യുകയും and take baptism വിശുദ്ധ ജീവിതം നയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതാണ്. and live a holy life, they can take part of it. ഇത് ചർച്ചിന്റെ മേശയല്ല, വിശ്വാസത്തിന്റെ മേശയല്ല, കർത്താവിന്റെ മേശയാണ്. This is not a church's table or anybody else's table, but it is the Lord's table. പലപ്പോഴും യേശുക്രിസ്തുവിന്റെ വേദനയെക്കുറിച്ച് പറഞ്ഞു പലപ്പോഴും അതിനെ ലഘൂകരിച്ച് കാണാറുണ്ട്. Many times we have seen when we read from it,
the sufferings that Jesus have gone through. എന്നാൽ യേശുവിൻ്റെ ആ വേദനയോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുമോ? But can you imagine the pain that Jesus went through? നമ്മൾ വായിച്ചു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമുക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കുവാൻ യേശു മരിച്ചു. For us to get an eternal life, Jesus Christ he gave his life for us. ചരിത്രകാരന്മാർ പറയുന്നു, യേശുക്രിസ്തുവിന് അടിയേറ്റപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരം കാളകൾ ഉഴുതുമറിച്ച കണ്ടം പോലെയായെന്ന് വായിക്കുന്നു. When we read the Bible, we see how he was beaten. ഓരോ തുള്ളി ചോരയും നമുക്ക് വേണ്ടി ഊറ്റി. He shed his blood for us. ആർക്ക് വേണ്ടിയാ? For whom he shed his blood? അതിക്രമങ്ങളാൽ നരകത്തിൽ പോകാമായിരുന്നു നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ചോരയൂറ്റി. Because if he would have not shed his blood for us, we would have been in hell. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. When he went to Gethsemane, he prayed over there. ആ പ്രാർത്ഥന മാനുഷികമായ ഒരു പ്രാർത്ഥനയായിരുന്നു. He prayed over there like a human being. കാരണം വരുവാൻ പോകുന്ന വേദനയെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. Because Jesus knew that what suffering he was going to go through. ഒരു കയ്യിൽ സൂചി കൊള്ളുന്ന പോലെ വേദനയല്ല. It was not just like a needle that he was going to get. മാതാപിതാക്കൾ നമ്മളെ അടിക്കുമ്പോൾ അടിക്കുന്ന ഒരു വേദനയല്ല ഇത്. It was not like a pain like how a parents beat us. ഏതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നുള്ള ഉത്തമമായ ബോധ്യം യേശുവിനുണ്ടായിരുന്നു. Because Jesus, what suffering he was going to go through, he knew it from before itself. കാരണം നമുക്ക് വേണ്ടി വില കൊടുത്ത ഒരാളുണ്ട്. Because he paid a price for it. ഇത് എടുക്കുമ്പോൾ വളരെ ഭയഭക്തിയോടെ ആയിരിക്കണം ഇതിൽ നമ്മൾ കൈനീട്ടേണ്ടത്. Whenever we take part of it, we should always be scared of how we are taking it. അയോഗ്യമായി ആരും ഇതിൽ കൈനീട്ടാൻ പാടുള്ളതല്ല. We should not take it without if we are not living a holy life. ഇത് കർത്താവിന്റെ മേശയാണ്. This is the Lord's table. ആമേൻ. എല്ലാ പരിപാടികളിലും കുരുത്തക്കേട് കാണിച്ച് ആമേൻ ഇവിടെ വന്ന് എടുക്കേണ്ട സംഭവമല്ല ഇത്. This is not a thing that we go out in the world and do all mischievous thing and come and take part of it. It is a serious business. ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. It is a very serious thing that I am telling you. ഒരിക്കലും ലാഘബുദ്ധി എടുക്കേണ്ട എല്ലാ കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. This Lord's table is to be taken with കാരണം holiness. ചരിത്രം പുറമോട്ട് പരിശോധിക്കുമ്പോൾ When we look behind, ആദാമിനാൽ പാപം ചെയ്തു, ആദാമിന്റെ അനുസരണക്കേടിനാൽ പാപം ലോകത്തിൽ വന്നു. Because of Adam, he did not listen to Jesus. That is why sin came into this world. പാപത്താൽ മരണം ലോകത്തിൽ വന്നു. Because of sin, death came into this അത് world. ഒന്നാമത്തെ മരണം, എല്ലാവരും മരിക്കും. That is, everyone has to die. എന്നാൽ രണ്ടാമത്തെ ഒരു മരണമുണ്ട്. But the second death is also there. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആദാമിന്റെ ലംഘനത്താൽ വന്ന പാപത്തിന്മേൽ മരണത്തിന്മേൽ ഒടുക്കത്തെ ആദാമിലൂടെ നമുക്ക് വിജയം ലഭിച്ചു. Because if we first death is a human death, but the second death is our spiritual soul. Hallelujah, to get an eternal life for it. നിത്യജീവന് വേണ്ടിയാണ് യേശു മരിച്ചത്. Jesus died for so that we get an eternal life. നിങ്ങൾ കാറ് തരാനോ വീട് തരാനല്ല യേശു മരിച്ചത്. Jesus didn't die so that we get a car or any house. നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. He died for us so that we get an eternal life. യോഹന്നാൻ 3:16 പറയുന്നു. John 3:13 it says like എന്താണ് this. പറയുന്നത്? ഇംഗ്ലീഷ് ഡിസ്പ്ലേ ചെയ്ത്, ഏകജാതനായ ഏവരും നശിച്ചു പോകാതെ എന്ത് പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവ ലോകത്തെ യേശു നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആമേൻ. someone can reply display. ആമേൻ. സ്തോത്രം. ലോകത്തെ സ്നേഹിച്ചു. God loved the world. നമ്മളെ സ്നേഹിച്ചു. He loved us. ഒരിക്കലും പാപത്തിന്റെ അധീനത്തിൽ പോകാതെ വിശുദ്ധരായി ജീവിക്കുവാൻ ദൈവം തീരുമാനമെടുത്ത് താപോട്ടിറങ്ങി വന്നു. So that we live a life of holiness, Jesus came into this world. അങ്ങനെ ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കാം. If we believe this, then we can stand in the presence of the Lord. അതല്ല, ഏതെങ്കിലും കഴിഞ്ഞ മാസങ്ങളിൽ നിന്ന് തിരുവത്താഴത്ത് മാറി നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ വിഷയത്തിൽ ഞാൻ നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു, എന്നു കാരണമൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇത് ഞാൻ യോഗ്യതയായി തീർന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരു മിനിറ്റ് സാക്ഷി പറയണമെങ്കിൽ പറയാം. കാരണം പകയുടെയും വിദ്വേഷത്തിൻ്റെ അല്ല കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. സ്നേഹം കൊണ്ട് വീണ്ടെടുത്തിയാണ് കർത്താവിൻ്റെ മേശ. ആർക്കെങ്കിലും സാക്ഷി പറയാൻ സമയമുണ്ടെങ്കിൽ, കർത്താവേ കഴിഞ്ഞ ദിവസം പലതിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൊടിയ പാപം ചെയ്തു എന്ന അർത്ഥത്തിലല്ല, അറിഞ്ഞോ അറിയാതെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു പോട്ടെ, കർത്താവിനെ ക്ഷമിക്കണമേ, ഇതിലെടുക്കുവാൻ ഞാൻ പ്രാഗൽഭ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാം. If anyone has faltered in their life and fallen before Jesus, and you think that you have sinned, this is a time that you can stand in front of stand and testify and ask for forgiveness in your life.
Because Jesus is always there to forgive us. Amen. It's after this only you can take part of this Lord's table. With holiness, Yes. we should take this. സമുദായ സഭയിൽ കാണുന്ന പോലെ കുരുത്തക്കെടെല്ലാം കാണിച്ച കണ്ണാടിക്കൂട്ടിൽ കുമ്പസരിച്ചു എന്ന് എടുക്കേണ്ട സംഭവമല്ലേ ഇത്? This is not like something you go and do sin outside in the world and come and confess. പരിപൂർണമായ ഹൃദയം ദൈവത്തിന് പകർന്നു കൊടുക്കുന്ന സംഭവമാണിത്. But from the heart, from our inside of our heart, we should feel that we have sinned, കാരണം and then we should ask for forgiveness. അതിക്രമണാലും പാപങ്ങളാലും മരിക്കേണ്ട നമ്മളെ രക്തം കൊടുത്ത് യേശു വീണ്ടെടുത്തു. Because we should have died of our sins. Roman But because of പടയാളികൾ- Jesus who gave his life, റോമൻ because for him we live. റോമൻ പടയാളികളുടെ ഓരോ അടിയും നമുക്ക് വേണ്ടിയാ ഏറ്റത്. Romans, when they were beating, it was meant for us. പൗലോസ് അനേക അടിയേറ്റിട്ടുണ്ട്. Paul also got many beatings. ആത്മീയ ഭക്തന്മാർ അനേക അടിയേറ്റിട്ടുണ്ട്. God's disciples, many of them got beaten. അവർ ഏറ്റ അടിയല്ല യേശു ഏറ്റത്. Whichever beaten was beaten to them, Jesus took അതുകൊണ്ടാണ് it. പ്രാർത്ഥിച്ചപ്പോൾ വേർപ്പ് തുള്ളികൾ ചോരയായി മാറി. വായിക്കാൻ കാരണം അതാ. That is why when Jesus was sweating, it was like Can you blood. look into the cross? ആ ക്രൂസിലേക്ക് നോക്കാമോ? Let us all look at the cross. കർത്താവേ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. Let us all be in prayer. ഞങ്ങൾ ആദ്യമായിട്ടാണ് തിരുത്താഴ് ശുശ്രൂഷ ചെയ്യുന്ന ഉടനെ ശേഷം ഞങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റിയിൽ ഇത് ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന. മെൽവിൻ പ്ലീസ് കം ഫോർവേഡ്. ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളും കർത്താവേ ഒരു കുറ്റപ്പറ്റ മനസ്സാക്ഷ്യം ഇരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. When we തിരുവചനം- take part of it, തിരുവചനം പറയുന്നു, നമ്മൾ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നാട്ടുകാരുടെ മുമ്പിലല്ല, ഉപദേശിയുടെ മുമ്പിലല്ല, അപ്പൻ്റെ മുമ്പിലില്ല, അമ്മയുടെ മുമ്പിലല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ട്. Can you say that? Can you say that? ഹൃദയത്തിൽ പറയാൻ സാധിക്കുമോ? നിന്റെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് ശങ്കറപ്പോടെ പറയുവാൻ സാധിക്കണം. That's called കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ ഏതാണ്? with confidence we should say, yes, we can take part of it. That is how God's children should be. നരകത്തിനു വേണ്ടിയല്ല നമ്മളായിരിക്കുന്നത്. We are not people to be in hell, സ്വർഗീയ പറുദീസിക അവകാശികളായി തീരുന്നതിന് വേണ്ടിയാണ്. but the promised place where Jesus went to make for us, we should reach there. ഞാനിവിടെ നിർത്തുകയാണ്. Let me conclude. സമയം വേഗത്തിൽ പോകുന്നല്ലോ. I'm concluding now because time is going very fast. The choir, please come forward. കർത്താവിൻ്റെ കഷ്ടാനുഭവം സൂചിപ്പിക്കുന്ന ഒരു പാട്ടിന് ചില ചരണങ്ങൾ പാടുന്നതായിരിക്കും. ആ സമയത്ത് കർത്താവദാസൻ ഈ ശുശ്രൂഷ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ
സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പിന്നെയും അവിടുത്തെ പാദപീഠത്തിൽ ചേർന്ന് വരും. ജീവന്റെ അപ്പമായ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയായ ഈ അപ്പവുമായി സത്യമന്ത്രിപള്ളിയായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ഓർമ്മയായ ഈ പാനീയവുമായി ഞങ്ങളെ സന്നിധാനം ചേർന്ന് വരും. ഇന്നേക്ക് 2000 പല വർഷങ്ങളുടെ പഴക്കത്തിൽ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവപുത്രൻ ചൊരിഞ്ഞ രക്തത്തെയും തകർക്കപ്പെട്ടതായ ആ ശരീരത്തെയും ഞങ്ങൾ ഓർക്കുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാർഹപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ വാലശ കഴിക്കുന്നതാകും നിങ്ങൾ വായിക്കുന്നല്ലോ. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ ദിവസദാനം സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ സമർപ്പിക്കുന്നു. ഇന്ന് പകൽ ഈ വൈകിയ സമയത്ത് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി നടക്കാൻ കർത്താവ് സഹായിക്കണമേ. ദാസന്മാരെ അതിനായി ഉപയോഗിക്കണമേ. ഇതിന് മുഴുവൻ മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥന കേടുന്ന സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും ഏൽപ്പിക്കുകയും എന്തെന്നാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. വിശുദ്ധ ആരാധനയിൽ ഈ ശുശ്രൂഷ സമർപ്പിക്കുകയാണ്. ബലഹീനരുടെ അടികളെ കർത്താവെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവകൃപയെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയധികാരത്തിൽ ഇത് ചെയ്യുന്നു. വാഴ്ത്തി അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഫയർ. You for the cross, Lord, and thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace, and thank you for this love, Lord.
thank you for the cross, Lord. And thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. And thank you for this love, Lord. And thank you for the nail-pierced hands, and wash me in your cleansing flow. Now all I know is your forgiveness and embrace. Worthy is the Lamb, Jesus on the throne. We crown you now with many crowns. You reign victorious, high and lifted up, Jesus, Son of God, the darling of heaven, crucified. And worthy is the Lamb, and worthy is the അപ്പത്തെ വാക്യം ഗ്രഹിച്ചു, ബീജിനെ വാക്യം ഗ്രഹിച്ചതിനാൽ അതിലൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. മേശയിൽ അപ്പവും വീഞ്ഞും ശേഷിക്കുന്നു. അനേക കാര്യങ്ങൾ ഇതിൽ പാട്ടേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരെ ഒരുക്കിയെടുക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അവർക്ക് വേണ്ടി കരയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ മാത്രം കൂട്ടായ്മ ആചരിച്ചു പോകുന്നുള്ള ഒരു മിഷനല്ല ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. അതിനെ ഈ കൂട്ടായ്മ ചേർക്കുവാൻ ദൈവത്തോട് വിളിച്ചിരിക്കുന്നു. പ്രിയ സിനോദ്, purify hearts. ഈ ഞായറാഴ്ച ഹല്ലേലൂയ ഞങ്ങളുടെ പാദപീഠത്തിൽ മുഴങ്ങാനമടങ്ങുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഈ വിശുദ്ധ പകൽക്കായെല്ലാം കർത്താവേ ഞങ്ങൾക്ക് നല്ല ഹല്ലേലൂയ നല്ല ആരാധന നൽകി കർത്താവേ. ഹല്ലേലൂയ നല്ല സംഗീതം നൽകി കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് കർത്തൃമേശയിൽ ഭാവമാക്കാൻ കാരണമായി തീർന്നില്ല കർത്താവേ. കർത്താവേ, ഈ കർത്തൃമേശ ഞങ്ങൾക്ക് ഒരു വലിയൊരു അനുഗ്രഹമായി തീരുവാൻ, വലിയ വിടുതലായി തീരുവാൻ കർത്താവേ ഇടയാക്കി തരുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ഇത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവേ. ആ ക്രൂശിലെ സ്നേഹത്തെ, ആ ക്രൂശിലെ ത്യാഗത്തെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവേ. ആ സ്നേഹത്തെ ഞങ്ങൾ ഉറക്കം വിടുകൊണ്ട് ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം വിശുദ്ധിയോടും വേർപാടോടും ജീവിപ്പാൻ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ കർത്താവേ, ഈ ശുശ്രൂഷ ചെയ്ത് നിന്റെ ദാസനെ അങ്ങ് ബലപ്പെടുത്തി Amen. Hallelujah. കർത്താവേ, ഈ വരുന്ന ദിവസങ്ങളിൽ Praise the Lord. Hallelujah. ഉപയോഗിക്കത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി നിന്റെ ദാസന്റെ മേൽ വെളിപ്പെടുവാൻ Amen. കർത്താവേ, Hallelujah. ഇടയാക്കി തരുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ, കർത്താവേ, ഈ സ്തോത്രം. തിരുമേശ ഇവിടെ കടന്നു വന്നവർക്ക് Amen. ഈ ഭാഗവാക്ക Hallelujah. എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി തീരുവാ കർത്താവേ. ഞങ്ങളുടെ രോഗങ്ങൾ മാറണം കർത്താവേ, Hallelujah. ഞങ്ങളുടെ ശാപങ്ങൾ മാറണം കർത്താവേ. ഇത് ഈ വിടുതൽ Hallelujah. ഞങ്ങൾക്ക് വലിയ ആത്മീയ വിടുതലായി തീരുവാ കർത്താവേ. അങ്ങടെയാക്കി തരുമെന്ന് പ്രാർത്ഥിക്കുന്നു Amen. കർത്താവേ. Hallelujah. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു Praise the കർത്താവേ. Lord. സന്തോഷിതമായി Hallelujah. മുഖത്വത്തിൽ പ്രകാരം ചെയ്തെടുപ്പാ Praise the കർത്താവേ. Lord. അങ്ങടെയാക്കി തരുമെന്ന് പ്രാർത്ഥിക്കുന്നു. Amen. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ അങ്ങയുടെ Praise the Lord. Hallelujah. ശക്തമായി കരകിലെടുത്ത് ഉപയോഗിക്കുവാൻ Amen. കർത്താവേ ഞങ്ങളുടെ ആക്കി തരുമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനമോത്വം അങ്ങ് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന കേട്ടതിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 11 വാക്യങ്ങൾ. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശുദ്ധ ചുമനും കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യും. പ്രത്യാശിത ഗാനത്തിൻ്റെ ചില ഈരടികൾ പാടുമ്പോൾ സഹോദരന്മാർ തമ്മിലും
സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുമനത്താൽ സ്നേഹപ്രദർശനം ചെയ്താണ്. ഹല്ലേലൂയ. യേശു മനവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മനവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവീണത് കാണുന്ന നന്നാളിൽ പ്രിയപ്പെടുക. ചേരുന്ന വേഗത്തിൽ ഇമ്പവീണത് കാണുന്ന നന്നാളിൽ പ്രിയപ്പെടുക. ഭൂകമ്പവും ആണിക്കാണി ഉയർത്തിടുമ്പോൾ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ആണിക്കാണി ഉയർത്തിടുമ്പോൾ കാലം യേശുവരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം യേശുവരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവീണത് കാണുന്ന നന്നാളിൽ പ്രിയപ്പെടുക. ചേരുന്ന വേഗത്തിൽ ഇമ്പവീണത് കാണുന്ന നന്നാളിൽ പ്രിയപ്പെടുക. ദുഃഖങ്ങളും മാറേണമതും ചെല്ലും നീ ഭയപ്പെടാതെ. ദുഃഖങ്ങളും മാറേണമതും ചെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവീണത് കാണുന്ന നന്നാളിൽ പ്രിയപ്പെടുക. 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 Hallelujah. Praise ye the Lord. Hallelujah. യേശു മണവാളൻ വരാൻ കാലമേറ്റവും ആസന്നമായി. പ്ലീസ് ബി സീറ്റഡ്. ഹാലലൂയ. കർത്താവിന് ദാസന് സമയം കൊടുക്കാൻ പോവുകയാണ്. ബ്രീഫ് അനൗൺസ്മെന്റ് ചെയ്യുന്നു വേഗത്തിൽ. നെക്സ്റ്റ് വീക്ക് യൂത്ത് സർവീസ് ഉണ്ടായിരിക്കും. ദ ലിഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് വിൽ അതൊന്നുകൂടെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നെക്സ്റ്റ് സൺഡേ കാണും. എങ്ങനെയാണെന്നുള്ളത് പ്രിയ സിസ്റ്റർ പുറകാലെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കാം. ജൂലൈ 12 ഫെലോഷിപ്പ് ടൂർ ഉണ്ടല്ലോ. അതിൻ്റെ ബസ്സിൻ്റെ ബുക്കിംഗ് കാര്യം നടക്കുന്നു. ആരെയും പ്രത്യേകിച്ച് വിളിച്ചില്ല, എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട്. നിയർ 50 സീറ്റിൻ്റെ ബസ്സാണ് ബുക്ക് ചെയ്യുന്നത്. മോർണിംഗ് 7:30 ഇവിടുന്ന് പോകും. വൈകിട്ട് ഒരു 6-7 o'clock നമ്മൾ സന്തോഷത്തോടെ സമാധാനം മടങ്ങി വരികയും ചെയ്യും. BBS നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. വെള്ളിയാഴ്ച ശനിയാഴ്ച രാവിലെ BBS ഉണ്ട്. നവംബർ മാസം 1-ാം തീയതി. BBS ഒക്ടോബർ മാസം 31-ാം തീയതി. ലേഡീസ് മീറ്റിംഗ് 31-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി ശേഷമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 4 to 8 വരെ ഹോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 1-ാം തീയതി രാവിലെ 1 day BBS ഉണ്ട്. നിങ്ങളുടെ ഹോളിഡേ ക്രമീകരിച്ച് വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ICPFൻ്റെ ഒരു മീറ്റിംഗ് 21/6 25-ാം തീയതി ബർമിംഗ്ഹാം വെച്ച് 1 day ക്യാമ്പ്. നല്ലൊരു കർത്താവിൻ്റെ ദാസൻ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ടീനേജേഴ്സ്, പ്രീ ടീനേജേഴ്സ് കുഞ്ഞുങ്ങൾ, ബി വെരി കെയർഫുൾ. ദ പേഴ്സൺ ഓഫ് ദ ഗാഡ്. ഇറ്റ്സ് നോട്ട് ടൈം ടു പ്ലേ. വെരി കെയർഫുൾ. അതിനുവേണ്ടി ഉത്സാഹിക്കണമെന്ന്, പേരൻസ് അവരെ ഉത്സാഹിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ 21st സെയിം ഡേ ബില്ലി ഗ്രാമിനെ കിടന്ന പുള്ളിക്കാരൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ ഒരു പ്രോഗ്രാം വേൾഡ് ടൂർ എല്ലാ വർഷവും നടത്താറുണ്ട്. ഒരു വർഷം ഞങ്ങൾക്ക് പോകുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി. കർത്താവിനവരെ താമസിക്കുന്നുവെങ്കിൽ അടുത്ത വർഷം ചെയ്യുന്ന ബസ് അവർ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്ത് തരും. നമ്മുടെ സഭയുടെ തുടക്കമായതുകൊണ്ടാണ് അങ്ങനെ ബുക്ക് ചെയ്യാൻ. മോർ ദാൻ 25 members ദേ അറേഞ്ച് ഫ്രീ സർവീസ്. ഇവിടെ ഒന്ന് പിക്ക് ചെയ്ത് തിരിച്ച് രാത്രി
ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അനേകമായ വലിയ പാട്ടുകളൊക്കെ നമ്മൾ പാടി ആരാധിക്കുന്ന പാട്ട് എഴുതിയ സഹോദരന്മാരും ദേവദാസന്മാരും വരുന്നുണ്ട്. അതിന് പോകാൻ താല്പര്യമുള്ളവർ പോവുകയും വേണം. അതുപോലെ തന്നെ BBS ഒരു ICPFൻ്റെ ക്യാമ്പ് ഓഗസ്റ്റ് മാസം 5 തൊട്ട് 8 വരെ നടക്കുന്നുണ്ട്. അത് നേരത്തെ ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർ ജെബിനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പോകാൻ താല്പര്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. We going to listen word of God. I think Manoj come forward, translate. We talk about you can manage our gentleman Michael here. And സമയം ഒരു പക്ഷേ ആർക്ക് നൈറ്റ് പോകേണ്ട പ്രത്യേകിച്ച് ആരും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. Someone need to go night shift. Mercy gone already. She has told me already. ആരുമില്ലെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഒരു 10-15 മിനിറ്റ് ഒരു വിഷയം മുമ്പോട്ട് പോയിരിക്കും. കാരണം കഥാദാസം ഇങ്ങനെയുള്ളവരെ നമുക്ക് കിട്ടാറില്ല. കിട്ടുമ്പോൾ മാക്സിമം നമ്മുടെ യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസം ശനിയാഴ്ച രാവിലെ വൈകിട്ടും അനുഗ്രഹീതമായി കംഫോർട്ട് ട്രാൻസ്ലേറ്റ് മനോജ് ട്രാൻസ്ലേറ്റ്. കഴിഞ്ഞ 2 ദിവസമായി ശനിയാഴ്ച രാവിലെ വീട്ടിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ടായിരുന്നു. For the past 2 days, we were listening from the word of God from God's servant. ശനിയാഴ്ച വൈകിട്ടും ഉണ്ടായിരുന്നു. Saturday morning and Saturday evening, we could listen from him. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കുറയുന്ന ഒരു കാര്യമാണ് ദൈവവചനം എന്ന് പറയുന്നത്. Hallelujah. In this world, we listen to the word of God. It is the most less thing that we listen. എല്ലാം പ്രോസ്പെരിറ്റിയും കാറും വലിയ ബഹളങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ വചനത്തിൽ വലിയ ആഴത്തിൽ ആരും പോകാറില്ല. Many of them preach about prosperity, but very few people preach from the depth of the Bible. അതുകൊണ്ടാണ് പലതിൻ്റെയും പ്രശ്നത്തിൻ്റെ കാരണം. That is why many people are going through a lot of problems. അവ ദൈവ ഭാഗത്തു നിന്ന് ഓടിപ്പോകാൻ കാരണം അത് ഉള്ളിൽ വചനമില്ലാത്തതുകൊണ്ടാണ്. That is why people who does not have the word of God in their heart, they do not prevail in this world. അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കാൻ പോവുകയാണ്. That is why we are going to listen from നല്ല the word of God. പാണ്ഡിത്യമുള്ള കർത്താവദാസനാണ്. He's a good teacher. അവൻ 7 വർഷങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ്. He's been teaching from the word of God to many students in more than 30 years, I believe. 30 വർഷത്തിലധികം. For more than 30 years he's been teaching. Different parts of southern India and Middle East as well and Europe. Teaching in southern India, Europe also. ആമേൻ. ദാസിന്റെ പേര് ഷാജു വർഗീസ് എന്നാണ്. He is from southern India, called place called Kerala. ആമേൻ. പ്രിയ ബിബിൻ്റെ ഫേബയുടെ മദറിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. ഫേബയുടെ അങ്കിളാണ്. He is Feba's sister's uncle. ആമേൻ. ദേവദാസനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. അവർ മുഖാന്തരമാണ് ഇങ്ങനെ മീറ്റിംഗ് ക്രമീകരിച്ചത്. ക്ഷണം വന്നതിൽ 2 ദിവസം വചനം ഷെയർ ചെയ്തതിൽ സഭയുടെ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. തുടർന്നും കർത്താദാസനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടുത്തൊരു 30 മിനിറ്റ്സ് ഐ ബിലീവ് 30 മിനിറ്റ് എത്രത്തോളം പറഞ്ഞ ട്രാൻസ്ലേഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളെ തട്ടി പ്ലീസ് ക്ലാപ്പ് Let us all clap our hands and welcome him. Hallelujah. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. I give all glory to our Lord and Savior Jesus Christ. അനുഗ്രഹീതമായ ഈ പകലിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. For this wonderful time, I thank my living God. ഒരു പഴയ പാട്ട് പാടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ പാട്ടും ട്രാൻസ്ലേഷനും എല്ലാം കൂടെ ആകുമ്പോൾ എങ്ങും എത്തുകയില്ല. I desire to sing a song, but because of the translation and preaching time left, there's very less time ahead of us. കർത്താദാസൻ പറഞ്ഞത് 6:15 എന്നാണ്. അരമണിക്കൂറിനകത്ത് ട്രാൻസ്ലേഷൻ വരുമ്പം ഒരു രീതിയിലും അങ്ങ് എത്തുകയില്ല. Because of translation also, within 30 minutes, it will be very difficult for me to stop. ഇന്നലെ രാവിലെയും വൈകുന്നേരവും വചനം സംസാരിക്കാനിടയായി. Yesterday morning and evening also, I could preach from the word of God. അത് എബ്രായ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഒന്നാമത്തെ എടുക്കണ്ട We look from Hebrews chapter 3. അതിൻ്റെ വിഷയം 40 ആണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം ദൈവം കൊടുത്തെങ്കിലും അക്കരെ നാട്ടിലെത്തിയില്ല. It was about Israel going 40 years, but God gave them everything, but they did not reach the promised land. ഇന്നലെ രാത്രി എബ്രായ ലേഖനം 4:16 കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലാമോ
അല്ലെങ്കിൽ ചെല്ലാനുള്ള അവകാശം ലഭിച്ചത് എങ്ങനെ? Abraham, എബ്രായ ലേഖനം in Hebrews, 4:16. Hebrews 4:16, it is like this written. Let us therefore come boldly to the throne of grace, that we may obtain mercy and find grace to help in time of need. ഇന്ന് രാത്രി Today evening, എബ്രായ ലേഖനം 6:18 ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. I would like to read from Hebrews 6. മലയാളത്തിൽ വായിക്കുന്നവരുണ്ടെങ്കിൽ വായിക്കാം. Someone could read in Malayalam. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറി പോകാത്തതും ദൈവത്തിന് പോഷകപുറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. That by two immutable things in which it is impossible for God to lie, we might have strong consolation, who have fled for refuge to lay hold of the hope set before us. ഇനി പറഞ്ഞ് ഇംഗ്ലീഷിൽ വീണ്ടും എടുത്ത് പറയണ്ട, കാരണം സമയം ലാഭിക്കാൻ വേണ്ടിയാ ഈ ഒരു കാര്യം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷകപുറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷകപുറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബന്ധുക്കോസുകാരനും പറയുകയില്ല, കാരണം അങ്ങനെ പഠിച്ചിട്ടില്ല. ഇത് ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ലാത്തൊരു വിഷയമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, വേറെ ആരും പ്രസംഗിച്ചിട്ടില്ല. പറയാൻ പറ്റുമോ? ഇത്തരം കാര്യം പറയാൻ പറ്റുമോ? ഇല്ല. ഒന്നുകൂടെ പറയുന്ന വാക്യം ട്രാൻസ്ലേഷൻ വന്നാൽ നമ്മുടെ ആ ഒഴുക്കങ്ങ് പോവും. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. അപ്പോൾ അങ്ങനെ ആരോ ഓടി വരുന്നുണ്ട്. We fled for refuge. That means someone was running and coming. നാട്ടിലെ പ്രൈവറ്റ് ബസ്സിൽ ആളുകൾ കയറുമ്പോൾ When in Kerala, when people run to catch the bus, ഡബിൾ ബെൽ അടിച്ചു കഴിയുമ്പോൾ ഒരാൾ ഓടുന്നുണ്ടെങ്കിൽ ബസ്സിനകത്തുള്ളവർ പറയും ആൾ ഓടുന്നു. When the conductor gives double bell in a bus and the bus is moving and someone is running behind, people in the bus start shouting, someone wants to come on the bus, someone wants to come on the bus. ഉടനെ ഫുട്ബോളിൽ നിൽക്കുന്ന ആൾ ആ സിംഗിൾ ബെൽ അടിക്കും, ഉടനെ വണ്ടി നിർത്തും, ആ ആളിനെ ഇവിടെ കയറ്റും. ആരോ ഓടുന്നുണ്ടായിരുന്നു. At that immediately the conductor in the bus, he rings one bell. That means the bus is going to stop for the passenger running behind. ഇവിടെ വായിച്ചത് ശരണത്തിനായി ഓടി വന്ന നമ്മൾ ഓടി വന്നവരാണെന്ന്. Over here it is written, for refuge he came running. എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 1-ാം In Hebrews chapter 1, പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തു. Jesus was the ultimate person. 2-ാമത്തെ അധ്യായം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തു. In the second we see he was more than the people who prophesied. 3-ാമത്തെ അധ്യായം മോശയേക്കാൾ ശ്രേഷ്ഠനായ He was യേശുക്രിസ്തു. bigger. Jesus was bigger than Moses. 4-ാമത്തെ അധ്യായം യോശുവായേക്കാൾ ശ്രേഷ്ഠനായ He was യേശുക്രിസ്തു. bigger than Joshua. 5-ാമത്തെ അധ്യായം 1-ാമത്തെ മഹാപുരോഹിതനായ അഹരോനേക്കാൾ ശ്രേഷ്ഠനായ And he യേശുക്രിസ്തു. was bigger than Aaron. 6-ാമത്തെ അധ്യായം സങ്കേത നഗരത്തെക്കാൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തു. And in the 6th we see that the world that was perishing, he was bigger than that. എന്താ സങ്കേത നഗരം? Refuge. റെഫ്യൂജ് ടൗൺ. സങ്കേത നഗരം. Refuge town. The place where we can get refuge. വിശുദ്ധ തിരുവെഴുത്തിലെ ബൈബിളിലെ In the Bible we see, പഴയ നിയമ സംഭവങ്ങളെ in the Old Testament things that went through, നിഴലായും it's like a shadow. യേശുക്രിസ്തുവിനെ പൊരുളായിട്ടുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It is like a shadow that Jesus is going to come in this world. പഴയ നിയമത്തിലെ സംഭവങ്ങളും വ്യക്തികളും സ്ഥാപനങ്ങളും സ്തൂപങ്ങളുമെല്ലാം യേശുക്രിസ്തുവിന് നിഴലാണ്. It is whatever we read in the Old Testament, we see it's like a shadow of Jesus Christ that's going to happen in the New Testament. We see. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹ ഉണ്ടാക്കിയ പെട്ടകം In the Old Testament we see the ark that Noah built. യേശുക്രിസ്തുവിന് നിഴലായി നിൽക്കുക.
It's like for Jesus to come. പെട്ടകത്തിന് 3 തട്ടുകൾ ഉണ്ടായിരുന്നു. There was 3 floors in the ark. ദൈവത്തിന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വമുണ്ട്. It's like the Father, the Son, and the Holy Spirit. പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പെസഹ കുഞ്ഞാടിനെ കാണുന്നു. We see the sheep that is going to be sacrificed. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് വറുക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. We see that the sheep, Jesus is going to be sacrificed. മോശ അടിച്ച പാറയിൽ നിന്ന് ഒഴികെ വെള്ളത്തെക്കുറിച്ച് കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ ആ പാറ ക്രിസ്തുവായിരുന്നു. In Corinthians, we see Moses, he hit the rock and there was water. We see that in the book of Corinthians. മരുഭൂമിയിൽ വെച്ച് അഗ്നിസർപ്പം കടിച്ചപ്പോൾ ഒരു പിച്ചസർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിന് നടുവിൽ നാട്ടി. അതിനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 33-ാം വാക്യത്തിൽ വായിക്കുന്നു, മോശെ മരുഭൂമിയിൽ പിച്ചസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ വ്യക്തികൾ, പഴയ നിയമത്തിലെ സംഭവങ്ങൾ, പഴയ നിയമത്തിലെ സ്ഥാപനങ്ങൾ, പഴയ നിയമത്തിലെ സ്തൂപങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിലെ വ്യക്തികൾ, പഴയ നിയമത്തിലെ സംഭവങ്ങൾ, പഴയ നിയമത്തിലെ സ്ഥാപനങ്ങൾ, പഴയ നിയമത്തിലെ സ്തൂപങ്ങൾ ഒക്കെ യേശുക്രിസ്തുവിന് നേരിടാൻ നിൽക്കുക. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് സങ്കേത നഗരം. എന്താന്ന് പറയാം, ആ സങ്കേത നഗരത്തിലേക്ക് ആളുകൾ ഓടി വന്ന് കയറും. വേഗം വായിക്കണം. സംഖ്യാപുസ്തകം ഉള്ള സമയം കൊണ്ട് പറഞ്ഞ് നിർത്തുകയും ചെയ്യണം. സംഖ്യാപുസ്തകം 35-ാം അധ്യായം 1 മുതൽ വേഗം വായിക്കാം. വായിച്ചാൽ മാത്രം മതി. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. അത് പിന്നെ ബാക്കിയുള്ള അത്യാവശ്യമുള്ള ഞാൻ പറഞ്ഞോളാം. വായിക്കാം. സംഖ്യാപുസ്തകം 35-ാം അധ്യായം ചാപ്റ്റർ 35 1 പറഞ്ഞ് വായിക്കുക. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത കനാൻ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ, ശ്രദ്ധിക്കണേ, അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തു. 2.5 ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ അക്കരെ പോരുന്നില്ല. രൂബേന്യരും, അറിയാവോ, ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങൾ അക്കരയ്ക്ക് പോരുന്നില്ല. അവരിറങ്ങിത്തിരിച്ചത് അക്കരെ പോകാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ പണ്ട് രക്ഷിക്കപ്പെട്ട കാലത്ത് എന്തെല്ലാം വന്നാലും കർത്താവിന് പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യുമെന്നൊക്കെ പാട്ടും പാടി രക്ഷിക്കപ്പെട്ടതുപോലെ അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ അവർ 2.5 ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ അക്കരെ പോരുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ പുൽമാലികളൊക്കെ ഉണ്ട്, ഇവിടെ തങ്ങുമെന്ന് പറഞ്ഞു. ശേഷമുള്ള 9.5 ഗോത്രക്കാർ വാഗ്ദത്ത കനാനിൽ കയറി. 2.5 ഗോത്രക്കാർ യോർദാൻ കടക്കാതെ ഇങ്ങേക്കരയ്ക്ക് നിന്നപ്പോൾ ആ 2.5 ഗോത്രക്കാർക്ക് മോശെ 3 സങ്കേത നഗരം കൊടുത്തു. അക്കരെ കയറിയ 9.5 ഗോത്രക്കാർക്ക് യോശുവ 3 സങ്കേത നഗരം കൊടുത്തു. കണക്ക് മനസ്സിലായോ? മൊത്തം 6 സങ്കേത നഗരം. 2.5 ഗോത്രക്കാർക്ക് 3, 9.5 ഗോത്രക്കാർക്ക് 3. ഗ്രഹിക്കാഞ്ഞിട്ടാണോ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? കഴിഞ്ഞ ദിവസത്തെ ഒഴുക്കം കൊണ്ട് കിട്ടുന്നില്ല, സമയവും ഇല്ലല്ലോ എന്ന് പേടിയുണ്ട്. ശ്രദ്ധിക്കുക, വലിയ വലിയ കീറാമുട്ടിയായ ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, യോർദാൻ കടക്കുന്നതിന് മുമ്പ് 2.5 ഗോത്രക്കാർക്ക് 3 സങ്കേത നഗരം. യോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ 9.5 ഗോത്രക്കാർക്ക് 3 സങ്കേത നഗരം. എന്തിനാ സങ്കേത നഗരം? എന്തിനാ? അബദ്ധവശാൽ കുല ചെയ്തു പോയവന് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനുള്ള സ്ഥലമാണ് സങ്കേത നഗരം. മനഃപൂർവ്വം ഉള്ള നരഹത്യയല്ല. മനെ വർത്തമാനം പറയരുത്. ആകെ 30 മിനിറ്റേ ഉള്ളൂ. ഇനിയും കുഴപ്പമില്ല. ശ്രദ്ധിക്കുക, 2.5 ഗോത്രക്കാർക്ക് 3 സങ്കേത നഗരം. കനാനിൽ കയറിയ 9.5 ഗോത്രക്കാർക്ക് 3 സങ്കേത നഗരം. അത് റേഷ്യോ വെക്കുന്നില്ലല്ലോ. അതിന് റേഷ്യോ വെക്കുന്നില്ലല്ലോ. റേഷ്യോ അനുസരിച്ചാണെങ്കിൽ ഒരു 2.5 ഗോത്രക്കാർക്ക് 3 കൊടുക്കുമ്പോൾ അടുത്ത 2.5 ഗോത്രക്കാർക്ക് 3 വേണം. അടുത്ത 2 ഗോത്രക്കാർക്ക് ഒരു 12 സങ്കേത നഗരമെങ്കിലും 9.5 ഗോത്രക്കാർക്ക് കിട്ടണം. ഞാൻ പറഞ്ഞ് ഗ്രഹിച്ചോ?
മോശ കൊടുത്തതായ 2.5 ഗോത്രക്കാർക്ക് 3 സങ്കേതകരം. യോശുവ വിഭാഗിച്ചു കൊടുത്തത് കനാൻ നാട്ടിനകത്ത് 9.5 ഗോത്രക്കാർക്ക് 3 സങ്കേതകരം. എന്തിനാ സങ്കേതകരം? അബദ്ധവശാൽ കൊല ചെയ്തു പോയവൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനുള്ള ഒരു റെഫ്യൂജ് പ്ലേസാണ്, ഒരു ഷെൽട്ടറാണ് സങ്കേതനഗരം. അപ്പം ഈ യോർദാൻ കടക്കാതെ ഇങ്ങേക്കരയ്ക്ക് നിന്ന ആളുകൾക്ക് 2.5 ഗോത്രത്തിന് 3 കൊടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം കൂടുതലായിരിക്കും. ഈ അടിപിടി ഉണ്ടാകുമ്പോഴാണല്ലോ സങ്കേതനഗരത്തിൻ്റെ ആവശ്യം വരുന്നത്. അവിടെ നിന്ന് വന്ന ഒരാളാണ് നമ്മുടെ ഏലിയാവ്. കണ്ടാൽ തന്നെ അറിയാം, പരുക്കൻ മനുഷ്യനാണ്. യോഹന്നാൻ സ്നാപകൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചു വന്നപ്പോൾ പറഞ്ഞു, വരുവാനുള്ള ഏലിയാവ് വന്ന്. ഏലിയാവിൻ്റെയും യോഹന്നാൻ സ്നാപകൻ്റെ ഒക്കെ വസ്ത്രം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. ഏലിയാവ് രാജാവിൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഇസ്രായേലിനെ ഇതാരെ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനാണോ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനല്ല, നീയും നിന്റെ പിതൃഭവൻ എന്ന് പറഞ്ഞ ഫാദറിനെ വിളിക്കുകയാണ് ചെയ്തത്. അർത്ഥം മനസ്സിലായില്ലേ? അപ്പനെ വിളിക്കുക ചെയ്തത്. അതുപോലെയുള്ള പരുക്കന്മാരായ ആളുകളുടെ സ്ഥലമാണ് യോർദാൻ്റെ ഇങ്ങേക്കരയ്ക്കുള്ളത്. അവിടെ 2.5 ഗോത്രക്കാർക്ക് 3 സങ്കേതകരം. അങ്ങനെ അത്രയും കുഴപ്പമില്ലാത്തവരായിരിക്കും കനാനിൽ കയറിയവർ. അവിടെ 9.5 ഗോത്രക്കാർക്ക് 3 സങ്കേതകരം. ഈ സങ്കേതനഗരം കൊടുത്തപ്പോൾ അത് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനാണ്. ദേശം വിഭാഗിച്ചപ്പോൾ 48 പട്ടണങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ആ 48 പട്ടണങ്ങളിൽ നിന്ന് 6 സങ്കേതനഗരമാണ്. സിസ്റ്ററെ വായിക്കാവോ? വായിച്ച വാക്യം എവിടെയാണ് വായിച്ചത്? സംഖ്യാപുസ്തകം 35-ാം അധ്യായം 1 മുതലാണ് വായിച്ചു. വേഗം ഒന്ന് വായിച്ചാൽ മതി. പറഞ്ഞു, വായിച്ചു. എന്ന് പറഞ്ഞാൽ ലേവി ഗോത്രക്കാർക്ക് വസ്തുവകകൾ കൊടുക്കുന്നില്ല. ബാക്കി 11 ഗോത്രക്കാർക്ക് കൊടുത്ത ദേശത്തിനകത്ത് നിന്ന് ചില പട്ടണങ്ങൾ വേർതിരിച്ച് ലേവി ഗോത്രക്കാർക്ക് കൊടുക്കണം. വായിച്ചു. പട്ടണങ്ങൾ അവർക്ക് പാർപ്പിടമായിരിക്കണം. അതിൻ്റെ 6-ാം വാക്യം വായിച്ചേ. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ പല ഭാഗങ്ങളും വിട്ടിട്ട് വേണ്ടത് പറയുക. 48 പട്ടണങ്ങൾ ലേവ്യർക്ക് കൊടുത്തു. അതിൽ 6 സങ്കേത നഗരമായിരിക്കണം. എന്തിനാ സങ്കേത നഗരം? അതിൻ്റെ 9 മുതൽ വായിക്കാം. 9-ാം വാക്യം മുതൽ വായിക്കാം. നിങ്ങൾ യോർദാൻ കടന്ന് വായിച്ചേ കനാനിൽ ദേശത്തെത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായിരിക്കണം. പിന്നെ എന്തിനാ സങ്കേത നഗരം പറയുക? അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം എന്ന് പറഞ്ഞാൽ, മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വെട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, മരം വെട്ടിയിടുകയാണ്, കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിച്ചോണം. പക്ഷേ അബദ്ധത്തിലൊരു കുഞ്ഞു വന്ന് വെട്ടിയിടുന്ന മരത്തിൻ്റെ കീഴേക്ക് ആ കുഞ്ഞ് മരിച്ചുപോയാൽ, മരിച്ചുപോയ കുഞ്ഞിൻ്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനെ, മരം വെട്ടുകാരനെ കൊല്ലാം. സ്വത്രം. അപ്പോൾ ഈ മരം വെട്ടുകാരൻ ഓടി വന്ന് സങ്കേതനഗരത്തിൽ കയറിയാൽ അവന് താൽക്കാലിക ഒരു രക്ഷയുണ്ട്. ഞാൻ പറഞ്ഞ് ഗ്രഹിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പാറമടകളിൽ, ക്വാറികളിൽ വെടിവെക്കുമ്പോൾ ഗവൺമെൻറ് നിയമപ്രകാരം 3 പ്രാവശ്യം വെടിയേ എന്ന് വിളിക്കണം. വെടിയേ എന്ന് 3 പ്രാവശ്യം വിളിക്കും. 3 പ്രാവശ്യം വെടി വിളിച്ച ശേഷമേ വെടിവെക്കാൻ അനുവാദമുള്ളൂ. വെടിവെപ്പുകാരൻ വെടി വിളിക്കാതെ വെടിവെച്ചിട്ട് കല്ല് തെറിച്ച് ആർക്കെങ്കിലും അപകടം പറ്റിയാൽ അത് ഇവരുടെ മേൽ കുറ്റമായി തീരും. ഇതുപോലെ ഇസ്രായേൽ നാട്ടിൽ അപകടകരമായ ഏത് ജോലി ചെയ്യുമ്പോഴും അബദ്ധവശാലുള്ള കൊലപാതകം സംഭവിക്കാറുണ്ട്. ഭിത്തി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കട്ട താഴേക്ക് വീണു, ഒരു കുഞ്ഞ് അതിൻ്റെ കീഴെ വന്ന് കയറി. ആ കുഞ്ഞ് മരിച്ചു പോയെങ്കിൽ മരിച്ചുപോയ
കുഞ്ഞിൻ്റെ അടുത്ത ചാർച്ചക്കാരന് ആ പണി ചെയ്തുകൊണ്ടിരുന്നതായ പണിക്കാരനെ കൊല്ലാൻ അനുവാദമുണ്ട്. അവൻ ഓടിച്ചത് സംഘനഗരത്തെക്കാരന്. സ്തോത്രം. ഇതാണ് പഴയ നിയമത്തിലെ സംഘനഗരം. ഇത് ഇങ്ങനൊന്നും അല്ല സംസാരിക്കുന്നത്. ഇത് ഒരു 2 മണിക്കൂറൊക്കെ സംസാരിക്കേണ്ട വിഷയമാണ്. സമയക്രമീകരണം ഇങ്ങനെ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഓടിച്ച സംഘനഗരത്തെ സിസ്റ്ററെ വായിക്കാം. 12-ാം വാക്യം വായിച്ചേ. 12-ാം വാക്യം. ഓടിച്ച സംഘനഗരത്തെ കയറിയാൽ പൂർണ്ണമായ വിടുതലാണെന്നാണ് നമ്മുടെ ആളുകൾ ധരിച്ചിരിക്കുന്നത്. അല്ല, പൂർണ്ണമായ വിടുതലല്ല. അവിടെ 2 കാര്യങ്ങളെ ഇവർ പേടിക്കുന്നുണ്ട്. സംഘനഗരത്തിനകത്ത് കിടക്കുന്നവർ 2 കാര്യങ്ങളെ പേടിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇപ്പം വായിച്ചു 12-ാം വാക്യം വായിച്ചു. കുല ചെയ്തവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരകന്റെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് അപ്പൊ കുല ചെയ്തവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരകന്റെ കയ്യിൽ മരിക്കാതിരിക്കേണ്ടതിന് അവ സങ്കേതങ്ങളായിരിക്കണം എന്നുവരെ അവിടെ കിടക്കാൻ അനുവാദമുള്ളത്. ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കുന്നത് വരെ. വല്ലതും മനസ്സിലായോ? സാധാരണഗതിയിൽ ആളുകളെല്ലാം പഠിപ്പിച്ചു പോകാറുള്ളത് സംഘനഗരത്തിൽ കയറിയാൽ ആൾ രക്ഷപ്പെട്ടെന്ന്. അങ്ങനെ അല്ല സംഭവം. സംഘനഗരത്തിൽ ഓടിക്കേറിയവൻ പേടിക്കുന്ന ഒരു കാര്യമാണ് ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കുക എന്നുള്ളത്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ വായിക്കാം. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മോളെ വീണ്ടും 1 വായിക്കണം. 1 വായിച്ചത് തന്നെ. അല്ലല്ല, മൂലത്തെ വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് പുതുനിയമത്തിലെ സങ്കേതനഗരം യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിലെ സങ്കേതനഗരം 6 യോർദാന്റെ ഇങ്ങക്കരയ്ക്ക് 3 അങ്ങക്കരയ്ക്ക് 3. ഈ 6 സങ്കേതനഗരത്തിനകത്ത് ഓടിച്ചെന്ന് കയറിയവൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്, ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരുമല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജയിലുമുണ്ട്, അതിനു മുമ്പ് സബ് ജയിലുമുണ്ട്. സബ് ജയിൽ പോലെയാണ് സങ്കേതനഗരം. സബ് ജയിലിൽ കയറിക്കൊണ്ട് രക്ഷപ്പെട്ടില്ല, അതൊരു താൽക്കാലികമായ സ്ഥലമാണ്. മജിസ്ട്രേറ്റിന് മുമ്പാകെ നിർത്തുന്നത് വരെയാണ്. മനസ്സിലായോ? കൊല ചെയ്തവനോ ഏത് തെറ്റ് ചെയ്തവനെയും മജിസ്ട്രേറ്റിന് മുമ്പാകെ നിർത്തുന്നത് വരെ 89 ദിവസത്തേക്ക് കിടത്തുന്ന സ്ഥലമാണ് സബ് ജയിൽ. 90-ാം ദിവസം മജിസ്ട്രേറ്റിന് മുമ്പിൽ നിർത്തി ഇവൻ്റെ തെറ്റ് ബോധ്യം വന്നാൽ അവന് ശിക്ഷയുണ്ട്. സ്തോത്രം. ഇതുപോലെ സങ്കേതനഗരത്തിൽ ഓടിച്ചെന്ന് കയറിയതുകൊണ്ട് പൂർണ്ണമായ വിടുതൽ കിട്ടിയിട്ടില്ല. ഇവൻ ന്യായവിസ്താര സഭയെ പേടിച്ച് കിടക്കുക അവിടെ. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന, ദൈവമേ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ട ദിവസം ഇപ്പോഴെങ്ങും വരരുതേ, അത് കുറച്ച് നാളുകൂടെ നീണ്ടുപോകണമേ, അതിൻ്റെ മണിക്കൂറുകൾ നീണ്ടുപോകണമേ, ഞാൻ തെറ്റുകാരനാണെന്ന് ബോധ്യം വന്ന ശിക്ഷയുണ്ടല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് പഴയ നിയമ സങ്കേതനഗരത്തിൽ ഒരുത്തനും കിടക്കുന്നതെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്തിട്ട് ഓടി വരുന്ന ഒരുത്തനെ പോലെ യേശുക്രിസ്തു എന്ന സങ്കേതനഗരത്തിൽ കയറിയവർക്ക്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുക്രിസ്തു എന്ന സങ്കേതനഗരത്തിൻ്റെ പ്രത്യേകത, അതിനകത്ത് കയറിയാൽ പിന്നെ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരികയില്ല. രക്ഷിക്കപ്പെടാത്തവർക്ക് ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. നമുക്ക് ന്യായവിസ്താര സഭയുടെ മുമ്പിലല്ല നമ്മൾ നിർത്തുന്നത്, നമുക്ക് പ്രതിഫല വിഭജനമാവുള്ളത് സ്വർഗത്തിൽ. ആ വാക്യം 1 വായിക്കോ. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പൊ യേശുക്രിസ്തുവിനുള്ളിൽ കയറി എനിക്ക് പഴയ നിയമത്തെ സങ്കേതനഗരത്തിൽ കിടന്നവനെ പോലെ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് കിടക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വന്ന് കയറി, ഞാൻ സ്വതന്ത്രനായി. സ്വത്രം. അതാണ് ഒരു കാര്യം. ഇനി ആ വായിച്ച 35-ാം
അധ്യായത്തിൻ്റെ 25 വാക്യം വായിക്കാം. 25 വാക്യം. കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. പിന്നെ പിന്നെ വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ. അപ്പോൾ രണ്ടാമത്തെ വിഷയം പറയുന്നത്, സംഘത്തിൽ കയറിയവൻ എന്ന് വരെ കിടക്കാം. ഇവൻ അവിടെ കിടക്കുമ്പോൾ വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതൻ മരിച്ചാൽ ഇവനെ പുറത്തു വിടും. സ്തോത്രം. മനസ്സിലായില്ല? നമ്മുടെയൊക്കെ ഞാനിത് വളരെ ലളിതമാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഒക്കുന്നിരുത്. ഈ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ലവ് ബേഡ്സ് ഉണ്ടല്ലോ, ലവ് ബേഡ്സ്. സാം ജോൺ ഭാഷയുടെ വീട്ടിൽ ചെന്നപ്പം ആ വീടിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് കുറേ അധികം ലവ് ബേഡ്സിനെ കണ്ടു. ലവ് ബേഡ്സ് കൂടിനകത്ത് പറക്കും. അതിന് കൂട് തുറന്ന് വിട്ടാൽ അത് പുറത്ത് ചാടും, പക്ഷേ അതിന് പറക്കാൻ അറിയത്തില്ല. പുറത്ത് ചാടിപ്പോയെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷി അതിനെ പിടിച്ച് തിന്നും. കാരണം ഈ കൂട്ടിനകത്തെ പറക്കലേ അതിനെ അറിയത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ സങ്കേതനഗരത്തിനകത്ത് കിടക്കുന്ന ഒരു അന്തേവാസി, അവൻ പേടിക്കുന്ന ഒന്നാമത്തെ കാര്യം ന്യായവിസ്താരസഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് പേടിയുണ്ട്. 2, മഹാപുരോഹിതൻ മരിച്ചാൽ ഇവനെ പുറത്ത് വിടും. ഇവനെ പുറത്ത് വിട്ടാൽ ഇവൻ ആരെ കൊന്നിട്ട് സങ്കേതനഗരത്തിനകത്ത് കയറിയോ അന്ന് മരിച്ചവൻ്റെ അടുത്ത ബന്ധുവിൻ്റെ പേരാണ് രക്തപ്രതികാരൻ. അവൻ പുറത്ത് നിൽക്കുക. സ്വത്രം സ്വത്രം. അബദ്ധവശാൽ കൂടിനകത്തുനിന്ന് പുറത്തിറങ്ങുന്ന ഒരു ലവ് ബേർഡ് കാക്കയുടെയോ മറ്റ് ഏതെങ്കിലും ഒരു ജീവിയുടെ ആക്രമണത്തിൽ ചാകുന്നത് പോലെ രക്തപ്രതികാരൻ പുറത്തു നിൽക്കുകയാണ്, ചത്തുപോകാൻ സാധ്യതയുണ്ട്. സ്വത്രം. അവൻ്റെ ഒരു പേടി ന്യായവിസ്താര സഭയാണ്, മറ്റൊരു പേടി മഹാപുരോഹിതന്റെ മരണമാണ്. ഈ 2 കാര്യങ്ങളാണ് മുമ്പ് വായിച്ച വേദഭാഗത്തിൽ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷകപരമാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വായിച്ചാൽ ഒന്നും മനസ്സിലാവുകയില്ല. വായിച്ചിട്ടില്ലേ നേരത്തെ? ഇല്ലേ? വായിച്ചിട്ടില്ലേ? മനസ്സിലാകില്ല. ഇത് പറഞ്ഞു തരാൻ ഒരാളുടെ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും വരുന്നു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. പണ്ട് സങ്കേതനഗരത്തിലേക്ക് അബദ്ധവശാൽ കൊല ചെയ്തവൻ ഓടി വന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ യേശുക്രിസ്തു അവൻ സങ്കേതനഗരത്തിൽ നമ്മൾ ഓടി വന്ന് കയറിയവരാ. നമുക്ക് ന്യായവിസ്താര സഭയെ പേടിക്കേണ്ട. 2, അവരുടെ രണ്ടാമത്തെ പേടി എന്നായിരുന്നു? മഹാപുരോഹിതന്റെ മരണം. 110 സങ്കീർത്തനം 4 വാക്യം വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 110 സങ്കീർത്തനം 4 വാക്യം. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു. മൽക്കീസേദെക്കിന്റെ വിധത്തിലുള്ള ഈ മഹാപുരോഹിതന് മരണമില്ല. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ സങ്കേതനഗരത്തിൽ ഓടിച്ചെന്ന് കയറിയവൻ്റെ ഒന്നാമത്തെ പേടി ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നുള്ളതാണെങ്കിൽ, 2ാമത്തെ പേടി മഹാപുരോഹിതൻ മരിച്ചാൽ പുറത്തു പോകണമെന്നാണ്. എന്നാൽ എനിക്കൊരു മഹാപുരോഹിതനുണ്ട്, അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ജീവിക്കുന്നു, അവൻ ഇനി മരണമില്ല. അതാണ് 2 കാര്യങ്ങളിൽ 2ാമത്തേത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നര വായിക്കാവോ വാക്യം? 110:4. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. എന്നേക്കും ഒരു പുരോഹിതൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് യഹോവയായ ദൈവം അതിനെക്കുറിച്ച് അനുദപിക്കത്തില്ല. ഒരിക്കലും മൽക്കീസേദെക്കിന് മരണമില്ലാത്തതുപോലെ ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന് മരണമില്ല. അതുകൊണ്ട് മഹാപുരോഹിതന്റെ മരണത്തെ പേടിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഏകദേശം ഗ്രഹിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായം 52-ാം വാക്യം വായിക്കും. അതൊക്കെ ഉള്ളൊരു മാർഗം ഞാൻ നോക്കിയിട്ട് പറഞ്ഞത് ഗ്രഹിപ്പിക്കാൻ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 52-ാം വാക്യം. മോളെ തൊട്ട് മോളത്തെ ആ ഖണ്ഡിക അങ്ങ് വായിച്ചു. ഒരു പാരഗ്രാഫ് അങ്ങ് വായിച്ചു. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഇതെല്ലാം ഗ്രഹിച്ചുവോ?
എന്നതിന് അവർ ഊവെന്ന് പറഞ്ഞു. നമ്മുടെ പല ആളുകളും ഗ്രഹിച്ചോ എന്ന് ചോദിച്ചാൽ ഊവെന്ന് പറയുന്നുണ്ട്, പലതും ഗ്രഹിക്കുന്നില്ല. അത് ആരുടെയും കുറ്റമല്ല, അതങ്ങനെ ആണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. നന്നായി പറഞ്ഞു തരാനായിട്ട് പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ പല കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മുടെ മിക്കവാറും ആളുകളെല്ലാം ബൈബിളിൻ്റെ നടുഭാഗം, ആ സങ്കീർത്തനത്തിൻ്റെ ഭാഗം പുറത്തോട്ട് ചാടി നിൽക്കുവാണല്ലോ. ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോഴും ഓടിച്ചെന്ന് വായിക്കുന്നത് സങ്കീർത്തനമാണല്ലോ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം ഉണ്ടെന്ന് പലരും അറിയുന്നത് നമ്മൾ ഈ ആരെങ്കിലും പ്രസംഗിക്കുമ്പോഴാണ്. ഒരമ്മച്ചി പറഞ്ഞായിട്ട് കേട്ടു ഹബക്കൂക്കിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞപ്പം അത് ഇന്നാൾ വായിച്ചപ്പോൾ ഇല്ലായിരുന്നല്ലോ, ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് പിന്നെ എഴുതുകയാണോ? കാരണം അങ്ങനെ സാധനം കണ്ടിട്ടില്ല. നമ്മളെല്ലാം എപ്പോഴും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനത്തിനകത്താണ്. മോളെ വായിച്ചേ 13:52. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു. എന്ത് മനസ്സിലായി വായിച്ചിട്ട്? ഒന്ന് വായിച്ച മോളെ 52 വാക്യം. അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതുമായവ എടുത്തു കൊടുക്കുന്ന, അതിനാ ഈ പുതിയതും പഴയതും. ഇവിടെയെല്ലാം നമ്മൾ മീൻ വൃത്തിയാക്കുന്നത് നമ്മുടെ അടുക്കളയ്ക്കകത്ത് തന്നെയാണ്, അല്ലേ? അടുക്കളയ്ക്കകത്ത് തന്നെയാണ്. അവിടെ നമുക്ക് വാഷ് ബേസിനോ സിങ്കൊക്കെ ഉണ്ട്. നാട്ടിലും ഇപ്പം അങ്ങനെയൊക്കെ ആയി. പണ്ട് അങ്ങനല്ലായിരുന്നു. അമ്മച്ചിമാരെ മീൻ വെട്ടി വൃത്തിയാക്കുന്നത് കിണറിൻ്റെ തളത്തിലാണ്, അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിലാണ്. ആ മീൻ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വിളിയുണ്ട്, മോളിക്കുട്ടിയേ എന്നാ അമ്മച്ചി ഇച്ചിരി ഉപ്പ് ഇങ്ങി കൊണ്ടുവന്ന് ശകലം ഒരു 2 ചോളം കുടംപുളിയും കൂടെ. എന്തിനാ? മീൻ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പം അമ്മച്ചി വിളിച്ച് പറയുക കുടംപുളി കൊണ്ടുവരാൻ. ഏത് കുടംപുളിയാണ് കൊണ്ടുവരണ്ടേ? മീനിൻ്റെ പുളിയാ. അത് പഴയതുകൊണ്ട് പുതിയതുകൊണ്ട്. പുതിയ കുടംപുളി ഉപയോഗിക്കാറില്ല. അത് ഉപ്പും വെളിച്ചെണ്ണയും തിരുമി കെട്ടിവെക്കും. ഈ പഴയ പുളിയുണ്ട്, അതിനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്, അതിനാണ് ഉറയുള്ളത്, അതാണ് കൊണ്ടുവരേണ്ടതെന്ന് അറിയാവുന്ന ഒരാൾ അടുക്കള നിൽപ്പുണ്ട്. കുടംപുളി ചോദിച്ചാൽ ഏത് കുടംപുളിയാണ് കൊടുക്കേണ്ടതെന്ന് അടുക്കള നിൽക്കുന്ന ഒരു പെങ്കൊച്ചോ അല്ലെങ്കിൽ വീട്ടിലെ കലവറ കൈകാര്യം ചെയ്യുന്ന ആളിന് അറിയാവുന്നത് പോലെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പഴയത് എവിടെ ചേർക്കാമെന്നും, പഴയ നിയമത്തിലത് പുതിയത് എവിടെ ചേർക്കാമെന്നും അറിയുന്നവരുടെ പേരാണ് ശാസ്ത്രി. വല്ലതും മനസ്സിലായോ? കുടംപുളി ചോദിച്ചാൽ വേണ്ടത് പഴയതാണ്. അപ്പച്ചൻ സിറ്റൗട്ടിൽ നിന്ന് ചുമച്ചിട്ട് പറയുക, മക്കളെ വല്ലാത്ത ചുമയാണല്ലോ, 2 കുരുമുളക് കൊണ്ടുവന്നേ. ഏത് കുരുമുളകാണ് വേണ്ടത്? ഏറ്റവും പഴക്കമുള്ളത് അവിടെ ഇരിപ്പുണ്ട്. ഈ അടുത്ത കാലത്ത് മെതിച്ചു കൊണ്ടുവച്ച കുരുമുളക് വലിയ ടേസ്റ്റ് കാണുന്നത്, അത് ഇരുന്ന് പഴകിയെങ്കിലേ അത് ഗുണമുള്ളതാകത്തുള്ളൂ. അപ്പോൾ കുരുമുളകും പിന്നെ കുടംപുളിയും ചോദിച്ചാൽ പഴയതാണ് കൊടുക്കേണ്ടതെന്നുള്ള അറിവ്. സ്വത്രം. എബ്രായലേഖനം 6:18 വായിച്ചാൽ 35-ാം അധ്യായം, സംഖ്യാപുസ്തകം 35-ാം അധ്യായവും യോശുവയുടെ പുസ്തകം 20-ാം അധ്യായവും അവിടെയാണ് സങ്കേതനഗരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നുള്ള അറിവുള്ളവർക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന് നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഓർക്കം വരാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ ശക്തിയുള്ള വായു നിരത്ത് കുറച്ച് ചവിട്ടും പരിപാടി തീരും. സ്വത്രം. ഞാനൊരു ബാലകനായിരിക്കുമ്പം ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ വന്നു, പാസ്റ്ററൊന്നുമല്ല, സമയം കൊടുത്തു. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. അത് നിമിത്തം അരമണിക്കൂർ എന്ന് പറഞ്ഞു. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് വായിച്ചിട്ട് അത് നിമിത്തം. ഇപ്പോഴും നമ്മുടെ ജെയ്സ് ജോർജ് മാസ്റ്ററുടെ അനിയനൊരു കൊച്ചുമോനുണ്ട്, ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറിയാണ്. എന്നെ കാണുമ്പോൾ ഞങ്ങളുടെ പ്രായക്കാരാ, രാജുവേ അത് നിമിത്തം 40 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഇപ്പോഴും ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ പോയിട്ടില്ല. അത് പറയുകയാണെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞിട്ട് പോകണം.
സ്വോത്രം. ഇനി വീട്ടിലെ ഗൃഹനാഥൻ പറയുക, എൻ്റെ 2 സ്നേഹിതന്മാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്നൊരു ചായ ഇട്. ഉടനെ അടുക്കള നിൽക്കുന്ന അമ്മ പറയുക, മക്കളെ ചായ ഇട്, പാലെടുത്തേ. ഏത് പാലാണ് വേണ്ടത്? ഏറ്റവും പുതിയ പാല്. പാലല്പം പഴകിയെങ്കിൽ ഉള്ള തൈരിനകത്തോട്ട് ഒഴിച്ചാൽ ആ പഴകിയ പാലും കൂടെ തൈരായിട്ട് പൊക്കോളും. ചായക്കോ കാപ്പിക്കോ പാലെടുക്കാൻ പറഞ്ഞാൽ വേണ്ടത് ഏറ്റവും പുതിയതാണ്. സ്വോത്രം, സ്വോത്രം. അപ്പോൾ മീൻ വെട്ടുന്ന അമ്മ കുടമ്പുളി ചോദിച്ചാൽ ഏറ്റവും പഴയത് കൊടുക്കണമെന്നും, പാല് എടുത്ത് കൊണ്ട് വാ ചായ ഇടാനെന്ന് പറഞ്ഞാൽ പുതിയ പാലാണ് വേണ്ടതെന്നും ഉള്ള അറിവ് അടുക്കള നിൽക്കുന്ന ആളിനുള്ളതുപോലെ തിരുവെഴുത്ത് പ്രസംഗിക്കുമ്പോൾ എടുക്കുന്ന വേദഭാഗത്തെ തെളിയിക്കാൻ പുതിയ ഭാഗത്തു നിന്നാണോ വേണ്ടത്, പഴയ ഭാഗത്തു നിന്നാണോ വേണ്ടതെന്നുള്ള അറിവുണ്ടാകണം. സ്വോത്രം. ഞാൻ ഇവിടെ വാക്കുകൾക്ക് പറഞ്ഞ സമയം നിർത്തുക. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷകമാകാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാനിട വരുന്നു. ഈ 6-ാം അധ്യായം 18-ാം വാക്യം എന്ന് പറയുന്നത് സങ്കേത നഗരത്തെക്കാൾ ശ്രേഷ്ഠനായ യേശു ക്രിസ്തു. ഒരനുഭവം കൂടെ ഇതിനിടയ്ക്ക് പറയുക. ഞാൻ പാമ്പാടി പാർക്കുമ്പം പഴയ ഒരു കർത്തദാസൻ എൻ്റെ അടുക്ക വന്നു. എന്നെക്കാൾ ഒത്തിരി പ്രായമുള്ള ആളാണ്. അദ്ദേഹം പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുകയില്ല, എടാ ഓടെന്നൊക്കെ വിളി സംസാരിക്കുക. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പുസ്തകം എഴുതി. ഞാൻ ചോദിച്ചാൽ എന്നാ പുസ്തകം, ഏത് പുസ്തകം എഴുതിയത്? അത് എബ്രായത്തിന് വ്യാഖ്യാനം ഞാൻ എഴുതി, നീ ഒരു പുസ്തകം എന്നോട് മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്നാ കണ്ടീഷൻ എന്ന് ചോദിച്ചു. 6-ാം അധ്യായം 18-ാം വാക്യത്തിന് എന്ത് വ്യാഖ്യാനം ആശാൻ കൊടുത്തെന്ന് എനിക്ക് നോക്കണം. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യാഖ്യാനം ഉണ്ടെങ്കിൽ ഞാൻ ആ പുസ്തകം മേടിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പുസ്തകം എടുത്തു തന്നു. 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ എബ്രായ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തെക്കുറിച്ച് ഒന്നും പറയാത്ത ഒരു എബ്രായ ലേഖന വ്യാഖ്യാനം മേടിച്ചിട്ട് കാര്യമില്ല. ഈ എബ്രായ ലേഖനത്തിൽ ഏറ്റവും തലപുകയുന്ന വിഷയം ഈ പറഞ്ഞത്. ഇത് വായിച്ചാൽ ഒന്നും മനസ്സിലാകുകയില്ല. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ കുടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷകമാകാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ, ആ 2 കാര്യം ആർക്കറിയാം? പുസ്തകം മടക്കിയിട്ട് പോവുകയുള്ളൂ. അതിൽ 1-ാമത്തെ കാര്യമാണ് ന്യായവിസ്താരസഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരികയില്ല, കാരണം യേശു ക്രിസ്തു എന്ന സങ്കേതത്തിൽ കയറിയവനെ. 2-ാമത്തെ കാര്യം, അവിടെ മഹാപുരോഹിതൻ മരിച്ചാൽ പുറത്തു പോകണം, ഇവിടെ മഹാപുരോഹിതൻ മരിക്കുകയില്ല, മരണമില്ലാത്ത മഹാപുരോഹിതൻ. നമുക്ക് വലിയ പ്രത്യാശയാണ് ഈ വാക്യനിമിത്തമുള്ളത്. നാം യേശുക്രിസ്തു എന്ന സങ്കേതത്തിൽ കയറിയെങ്കിൽ നമ്മളതിനെ പുറത്തു വിടുകയില്ല. സ്വോത്രം. ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, ദേവദാസനെ ഞാൻ മേടിക്കാം, പുസ്തകം മേടിക്കാം, പക്ഷേ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. അന്നേരം അദ്ദേഹം കൊണ്ട് പറഞ്ഞു, എന്നാൽ കുഞ്ഞാ നീ ഇത് വെറുതെ എടുത്തു. പറഞ്ഞു എനിക്ക് ഇത് വെറുതെ വേണ്ട, കാരണം ഈ പുസ്തകം എൻ്റെ അലമാരിക്കകത്ത് തന്നെ വെക്കുന്നേ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എബ്രായ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിന് ന്യായമായ വ്യാഖ്യാനമില്ലാത്ത പുസ്തകം മേടിച്ചിട്ട് കാര്യമില്ല. റോമാലേഖനം 11-ാം അധ്യായം 17-ാം വാക്യം, കൊമ്പുകളിൽ ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒരു മരത്തിന് ഫലപ്രദമായി വരുന്ന പങ്കാളികളാക്കി തീർത്തുവെങ്കിലോ കൊമ്പുകളെ നേരെ പ്രശംസിക്കരുത്. അവിടെ പറഞ്ഞ സംഭവം അത് ബഡിങ്ങും അല്ല, അത് ഗ്രാഫ്റ്റിങ്ങും അല്ല. ഗ്രാഫ്റ്റിങ്ങാന്നാണ് പലയിടത്തും പഠിപ്പിക്കുന്നത്. സെമിനാരിലൊക്കെ പഠിപ്പിക്കുന്നത് ഗ്രാഫ്റ്റിങ്ങാണ്. അത് ബഡിങ്ങും അല്ല, അത് ഗ്രാഫ്റ്റിങ്ങും അല്ല, ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ്. അങ്ങനെ ഒരു പ്രക്രിയ ലോകത്തിൽ ഒരു കൃഷിക്കാരനും ചെയ്യുകയില്ല. നമ്മൾ മനസ്സിലായ സംഗതി, കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഗ്രാഫ്റ്റിംഗ് നടക്കുന്നത് നമ്മുടെ പുരയിടത്തിൽ, നമ്മുടെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന ഫലം തരാത്തതായ ഒരു മാവ് വൃക്ഷം. ആ ഫലം തരാത്ത മാവ് വൃക്ഷത്തിൻ്റെ ശിഖരം മുറിച്ച് കളഞ്ഞിട്ട് ഫലം തരുന്ന ഒരു മാവ് വൃക്ഷത്തിൻ്റെ ശിഖരം കൊണ്ട് ഒട്ടിക്കുന്നതാണ് ലോകത്തിലെ ഗ്രാഫ്റ്റിംഗ്. ഇവിടെ പറയുന്നത് അങ്ങനല്ല. ഫലം തന്നുകൊണ്ടിരുന്ന യഹൂദനെ മുറിച്ചു മാറ്റിയിട്ട് തൽസ്ഥാനത്ത് ഫലമില്ലാത്ത വിജാതീയനായി എന്നെ കൊണ്ടൊട്ടിച്ചു. ഒരു മനുഷ്യനും ചെയ്യുക, ലോകത്തിൽ ആരും ചെയ്യുകയില്ല. ഇവിടെ ഫലമുള്ളതിൻ്റെ ശിഖരം മുറിച്ച് കളഞ്ഞിട്ട് ഫലമില്ലാത്തതിനെ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് ഫലം കായ്പ്പിക്കാൻ ആർക്കാ അത്ര താല്പര്യം? നാട്ടിലുള്ള അപ്പച്ചന്മാരോടെ പറയും തലക്കാച്ചിലാന്ന് പറയും. തലക്കാച്ചെന്ന് പറഞ്ഞാൽ മെൻ്റലാന്ന് പറഞ്ഞത്. ഭ്രാന്തന്മാരെ ഇത് ജീവിതത്തുള്ളൂ. സ്വോത്രം എന്ന് പറഞ്ഞാൽ, ലോകത്ത് നടക്കുന്നതായ ഗ്രാഫ്റ്റിങ്ങിൽ ഫലമില്ലാത്ത വൃക്ഷത്തിന് ശിഖരം മുറിച്ച് മാറ്റിയിട്ട് തൽസ്ഥാനത്ത് ഫലമുള്ളതിൻ്റെ ശിഖരം കൊണ്ട് ഒട്ടിക്കുമ്പോൾ വെള്ളവും വളവും കൊണ്ടുവരുന്നത് ഫലം തരാത്തതായ പഴയ വൃക്ഷമാണ്. സ്തോത്രം. ലോകത്ത് നടക്കുന്ന ഗ്രാഫ്റ്റിങ്ങിൽ ഫലം തരാത്ത വൃക്ഷത്തിൻ്റെ ശിഖരം മുറിച്ച് മാറ്റിയിട്ട് തൽസ്ഥാനത്ത് ഫലം തരുന്നതിന് ശിഖരം കൊണ്ട് ഒട്ടിച്ചാൽ വെള്ളവും വളവും കൊണ്ടുവരുന്നത് ഫലമില്ലാത്ത വൃക്ഷമാണ്.
എന്നാൽ ഇവിടെ സംഭവിച്ചത് യഹൂദന് 10 കൽപ്പനയും 613 നിയമങ്ങളും യാഗങ്ങളും പെരുന്നാളുകളും ഇട്ടുകെട്ടിയ പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാമുള്ള ഫലമുള്ള യഹൂദനെന്ന വൃക്ഷത്തിൻ്റെ ശിഖരത്തെ മുറിച്ചു മാറ്റിയിട്ട് തൽസ്ഥാനത്ത് ഒരു പ്രയോജനമത് എന്നെ കൊണ്ട് ഒട്ടിച്ചപ്പോൾ ഇപ്പോൾ വെള്ളവും വളവും കൊണ്ടുവരുന്നത് പഴയ മരമല്ല, ഫലം തരുന്ന യഹൂദന. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ എത്ര ചുമക്കുക എന്നോർക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, റോമാലേഖനം വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ 11-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പുസ്തകം മേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ നിർത്തുക. സ്തോത്രം, സ്തോത്രം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷകപരമാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാനിട വരുന്നു. ഒന്ന്, സങ്കേതനഗരത്തിൽ കയറിയവന് ഒരു പേടി ന്യായവിസ്താരത്തെ മുമ്പാകെ നിൽക്കേണ്ടി വരും. പക്ഷേ യേശുക്രിസ്തു എന്ന സങ്കേതനഗരത്തിനകത്ത് കയറിയവന് ന്യായവിസ്താരത്തോടെ മുമ്പാകെ നിൽക്കേണ്ടി വരികയില്ല. അപ്പോൾ ഒരു പേടി മാറി. 2, മഹാപുരോഹിതൻ മരിച്ചാൽ സങ്കേതനഗരത്തിൽ കിടക്കുന്നവൻ പുറത്തു പോകണം. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. അവൻ മൽക്കീസേദെക്കിന്റെ വിധത്തിലുള്ളതായ മഹാപുരോഹിതനായതുകൊണ്ട് അവന് മരണമില്ല. ഇത് 2 കാര്യങ്ങളാണ് നമുക്ക് ശക്തിയുള്ള പ്രബോധനം തരുന്നത്. സ്തോത്രം. സമയപരിധി ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്തദാസൻ മറ്റൊരു ദിവസം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അവസരം ലഭിച്ചാൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. ഏത് വിഷയം എടുത്താലും പുതിയ ആശയം കൊണ്ടുവരും. അങ്ങനെ പഠിക്കുകയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് മേടിച്ചൊരു കൃപയാണ് എന്നെ ഒരു ശാസ്ത്രിയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥന, കർത്താവേ ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്യാൻ എനിക്ക് കൃപ തരണേ. പുതിയ നിയമത്തിൽ ഏത് വാക്യം വായിച്ചാലും അതിനെ പഴയ നിയമത്തിൽ കൊണ്ടുപോയി തെളിയിക്കുകയാണ് എൻ്റെ പരിപാടി. നിങ്ങളുടെ പ്രിയരെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ബ്രിസ്റ്റോളിന് പോവുകയാണ്. നാളെ മുതൽ അടുത്ത ഞായറാഴ്ച വരെ 14 പ്രസംഗമുണ്ട്. എൻ്റെ തൊണ്ടയെല്ലാം പോയിരിക്കുക. എനിക്ക് ശുശ്രൂഷിക്കാൻ ആവശ്യമുള്ള ശാരീരിക ബലവും ധൈര്യവും ഒക്കെ ലഭിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ലഭിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ദാസങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായ സ്തോത്രം. നിങ്ങൾ ഇളക്കി ആരാധിപ്പിക്കുന്ന പ്രസംഗമല്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എല്ലാ ദാസൻ പറഞ്ഞ അരമണിക്കൂർ പ്രസംഗിച്ച പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട വിഷയങ്ങളുണ്ട്. ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു എന്ന സങ്കേത നഗരത്തിൽ പെടുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യകരമായ പദവിക്കായി സ്തോത്രം. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ആ സങ്കേത നഗരത്തിൽ നമ്മളും ചെല്ലെ കൊണ്ടുവരുവാനുള്ള മിഷൻ നമുക്കുണ്ട്. നമ്മൾ മാത്രം അനുഭവിച്ച സന്തോഷമായി പാട്ടുപാടി അപ്പം മുറിച്ച് പോകുന്ന പരിപാടിയല്ല. ആ ക്രിസ്തു എന്ന സംഗീത നഗരത്തിൽ ഇപ്പോൾ ക്രിസ്തുവേശുള്ള ഒരു ശിക്ഷാവധിയുമില്ല. യേശുവിനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവർക്ക്, ജീവിതത്തിൽ പ്രാവർത്തികമായി മുന്നേറുന്നവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. നമുക്ക് വേണ്ടി അവൻ ഒരു നിത്യ നഗരം ഒരുക്കിയിരിക്കുന്നു. ആ പട്ടണത്തിലേക്ക് പോകുവാൻ നമ്മൾ വളരെ ബിരുദ പ്രാപിക്കാൻ വേണ്ടി ഒരു വാഞ്ചോടുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ എത്തുകയുള്ളൂ. കണ്ണുകടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സമയം മുമ്പോട്ട് പോയല്ലോ. 2 ദിവസം കർത്താദാസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങളെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നമുക്ക് പറഞ്ഞു തരുവാൻ കർത്താസിനിടയാക്കി. ദാസൻ്റെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, സഭയുടെ വിശാലതയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബുധനാഴ്ച അതുപോലെ മീറ്റിംഗ് കൊണ്ട് ഇവിടെ പറഞ്ഞ അനൗൺസ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ. അമ്മ ഒഴിഞ്ഞേറി നല്ല ചേർന്നെ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അനേകർ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കും. നമ്മളൊരു സംഗീത നഗരമായി തീരണം. ഈ ആലയം ഗ്രേറ്റ് മിഷൻ ചർച്ച് നല്ലതാണ്, രജിസ്ട്രേഷൻ കിട്ടി, കാര്യങ്ങളെല്ലാം നല്ലതാണ്. നമ്മളൊരു സംഗീത നഗരമായി എത്തിച്ചേരണം. ഒരിക്കൽ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ അന്ത്രയോസായി മാറണം. യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അന്ത്രയോസുമാരും അന്ത്രോസികൾമാരും ഇവിടെ ഉണ്ടാവണം. അന്ത്രോസിന് ആദ്യ വിളി വന്നത്, എന്നാൽ പത്രോസിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇന്നൊരാൾ വന്നിട്ടുണ്ടെന്ന്. നമ്മൾ അന്ത്രോസികളായി മാത്രം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രമടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായി അങ്ങേ നീയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ആരാധന ആരംഭിച്ച സമയം മുതൽ ഈ സമയം വരെയും കർത്താവേ അടികളെ കൂടെ ഇരുന്നല്ലോ. ആത്മനെ ആരാധിക്കുവാൻ കർത്താവ് നീ ബലപ്പെടുത്തി, നീ അടികളെ സഹായിച്ചു. സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവെ ദാസങ്ങൾ കേൾപ്പിച്ച ആത്മീയ മർമ്മങ്ങൾക്കായി സ്തോത്രം. അടികൾ സഭ കർത്താവെ ഒരു സംഗീത നഗരമായി തീരുവാൻ, മറ്റുള്ളവരെ കർത്താവ് അതിൽ ഘടിപ്പിക്കുന്ന കർത്താവെ അന്ത്രയോസ്മാരെ അടികളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അനേക കർത്താവേ ഹല്ലേലൂയ, ഇരുട്ടിൽ തപ്പിത്തടയുന്നവരെ കർത്താവെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ അടിയങ്ങളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കണമെന്ന് അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. വലിയ വിശാലത കൊണ്ടുവരുന്നതിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക ഭാവികളെ കർത്താവെ ക്രിസ്തുവിലേക്ക് നേടുവാൻ നാഥ ഓരോ കുടുംബങ്ങളെയും നാഥ നീ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദ്വിതീയയുടെ ഹൃദയം തുറന്നു വെച്ചതുപോലെ തുറക്കപ്പെട്ട അനേക ഹൃദയങ്ങൾ കർത്താവെ ചുറ്റുപാടുണ്ടല്ലോ കർത്താവെ, അവരിലേക്ക് സുവിശേഷ ദൗത്യമായി ഇറങ്ങിച്ചെല്ലുവാൻ അടികളെ നാഥ നീ സഹായിച്ചാണ്. കടന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയായിരുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. അപ്പാ ദൈവകൃപയെ നിറച്ചാട്ട കർത്താവിലില്ല. ഒരാഴ്ചക്കാലം ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപയും ദൈവീയ സമാധാനവും കർത്താവെ തരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ കാര്യാദികളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതമില്ലാത്ത കർത്ത ഒന്നും അടികളിൽ ജീവിതത്തിലോ സഭയിലോ വരാതെ വേണം കർത്താവെ, അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ കുടുംബം അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട് സമാധാനത്തോടെയും കർത്താവെ കടന്നു പോകാൻ സഹായിച്ചാട്ട്. പ്രാർത്ഥനയാചയം കേട്ടതിനാൽ സ്തോത്രം. അടികളിഷിതാവും ദൈവമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും വീണ്ടെടുപ്പും രക്ഷയും സമാധാനവും പരിശുദ്ധാത്മന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും വിശേഷാൽ വചനം ശുശ്രൂഷ എൻ്റെ കുടുംബത്തോടും ശുശ്രൂഷയോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രികാലവും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ഹല്ലേലൂയ. പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ആമേൻ കഴിഞ്ഞ 9 വർഷം പ്രിയ ടൈറ്റസിനെയും പ്രിയ കാതറിനെയും അവർ കുടുംബത്തിൽ പ്രവേശിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. നഥാനിയൽ കം ഫോർവേഡ്. ആമേൻ. സ്തോത്രം. അവർ ദാനമായി പൈതലിനെ ദൈവം കൊടുത്തു. ഇനിയും ശുശ്രൂഷയിൽ ടൈറ്റസ് കുടുംബമായി അനേക വേദികൾ ക്രിസ്തുവിനെ ദൈവം കൊടുത്ത താലന്തുകൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ താലന്തുകൾ ആമേൻ ആമേൻ തേച്ച് പോളിഷ് ചെയ്ത് ആമയായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഭയുടെ ചെറുപകാരം തരുന്നു. പാസ്റ്റർ വാത്സല്യ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗസപിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 9 വർഷങ്ങൾ കുടുംബമായി ജീവിപ്പാൻ ദൈവം അവസരവും ഭാഗ്യമൊക്കെ നൽകി. കർത്താവിനെ അറിയുവാനും കർത്താവിന് വേണ്ടി വേർന്നത് ജീവിപ്പാനും ഇടയായി. അനേക യൗവനക്കാർ ലോകത്ത് നശിച്ചു പോകുന്നവരുടെ ഇടയിൽ കർത്താവെ നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. അവർക്ക് ദാനമായി നൽകിയ പൈതലിനായി സ്തോത്രം ചെയ്യുന്നു. 9 വർഷത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. വരും കാലങ്ങളിൽ കർത്താവിന് വരവ് താമസത്തിൽ പ്രയോജനപ്പെടുവാൻ കൃപ ചെയ്യണമേ. സ്വർഗത്തിലെ ഭണ്ഡാരവും തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ. ആത്മീയമായും ഭൗതികമായും നന്മകൾ നൽകണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.